أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وبارك وسلم عليه صلاة وسلاما دائمين متلازمين. يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني مرادي أنت مرامي يا حبيب الله. شيخ المشايخ سلطان الأولياء شيخنا سيم ولي الله قدس الله سره العزيز قطب العالم سلطان العارفين വടകര മുഹമ്മദാജി തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ ഉന്നതന്മാരായ മശായിഖന്മാരെ നോട്ടത്തിലും കാവലിലും നിയന്ത്രണത്തിലും അവിടുത്തെ പ്രത്യേകമായ നദറിലും അവർ തന്നെ സ്ഥാപിച്ച് വന്ന് നമുക്ക് കാണിച്ചു തന്ന മഹാനരായ ശൈഖുന സയ്യിദുന യഹ്യൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പയുടെ ഹദ്റത്തിൽ നമ്മളെല്ലാവരും ആ മശായിഖന്മാരെ പൊരുത്തം തേടി തങ്ങളെ പ്രത്യേകമായ പൊരുത്തവും നോട്ടവും ആശിച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പേരിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതേതെങ്കിലും കമ്മിറ്റിക്കാരോ ഏതെങ്കിലും നിലക്കുള്ള മറ്റ് സംഘടനക്കാരോ എന്തോ സ്ഥാപിച്ച സദസ്സല്ല ഇത്. അല്ലാഹുവിൻ്റെ ഖലീഫമാരായി അല്ലാഹ് അയച്ച ശൈഖുന മടവൂര് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ശൈഖുന വടകര നൂറ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അങ്ങനത്തെ മഹാന്മാര് നിശ്ചയിച്ച് നടപ്പിലാക്കി തീരുമാനിച്ച് നടത്തുന്ന സദസ് എന്ന വലിയൊരു മഹത്വം മടവൂര് കോട്ടക്കുണ്ട്. നമ്മളുള്ളത് മടവൂര് കോട്ടയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നിർഭയരാണ്. ലോകമെല്ലാം ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും തേടുന്നതുമൊക്കെയും ഇതുപോലെയുള്ള ഹളറത്തുകളാണ്, മഹാന്മാര് സന്നിധികളാണ്. ആളുകളെല്ലാം തേടി നടക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണല്ലോ അല്ലാഹുവിൻ്റെ അഹ്ലുകാർ. തത്ലുബുനി തജിദ്നി, നിങ്ങൾ എന്നെ തേടി അന്വേഷിച്ചു കൊണ്ടിരിക്കണം. തജിദ്നി, നിങ്ങൾക്ക് എന്നെ എത്തിക്കുക തന്നെ ചെയ്യും. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ തേടാനും അല്ലാഹുവിനെ അന്വേഷിക്കാനുമുള്ള പ്രത്യേക നിർദ്ദേശം നൽകുന്നതിന് മുഹയ്യിദ്ദീൻ ഇബ്നുൽ അറബി തങ്ങളെ പോലെയുള്ള ഉന്നതന്മാരായ ഔലിയാക്കന്മാർ എഴുതി വെച്ചത് കാണാം. അല്ലാഹുവിനെ അന്വേഷിച്ച് തേടി ഒരുത്തൻ ഇറങ്ങിയാൽ അല്ലാഹു അവനെ എത്തിക്കുന്നത് അത് അല്ലാഹുവിൻ്റെ ഖുലഫാ ആയി വന്ന മഹാന്മാരെ കൊള്ളയാണ്. ചിലത് നമ്മൾ തേടി അന്വേഷിക്കുകയൊന്നും ഇല്ലെങ്കിലും ചിലത് അവര് നമ്മളെ തേടും, നമ്മൾ അവിടെ ചെന്നെത്തും. ചിലത് നമ്മൾ തേടിയാൽ തേടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമൂഹം ഒരു ഭാഗത്തുണ്ടാകുമ്പം അവർക്കൊരു പക്ഷേ എത്തിപ്പെടാനോ ഇങ്ങനത്തെ ഹളറത്തുകൾ ലഭ്യമാകാനോ സാധിക്കൂല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് മശായിഖന്മാര് തന്നെ ചിലരെ പ്രത്യേകം തേടി ഇഷ്ടപ്പെടുത്ത് അവര് വിളിച്ചിട്ട് അവരെ ഹളറത്തിൽ ചെല്ലുന്നവരുണ്ട്. അങ്ങനെ ശൈഖുന മടവൂർ ആഗ്രഹിച്ച് വിളിച്ച് സ്വന്തം പോലും അറിയാതെ
അവരാഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രത്യേകം ഇഷ്ടപ്പെട്ട് എത്തിക്കുന്ന ചില പ്രത്യേകക്കാരുണ്ട്. അവരെ കൂട്ടത്തിലുള്ള ഒരു മഹാസന്നിധിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കോഴിക്കോട് പോകുമ്പം ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുനാ മടവൂര് ഖദ്ദസല്ലാഹു സിർറ അവിടുന്ന് പ്രത്യേകം ഇങ്ങോട്ട് തന്നെ ആശിച്ച് സ്നേഹിച്ച് ചിലരെ വിളിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കലുണ്ടല്ലോ, അജ്മീർ വഹി ജാത്തെ ഹെ ജിൻകോ ഖാജ ബുലാത്തെ ഹെ. അജ്മീറിൽ എത്തുന്നവർ ഖാജ പ്രത്യേകം ക്ഷണിച്ചിട്ട് വിളിച്ചിട്ട് വരുന്നവരാണ്. അജ്മീറിൽ പ്രത്യേകമായി എത്തുന്നവരെന്നൊരു സംസാരം, അങ്ങനൊരു വാക്ക്, അങ്ങനൊരു കലാം ഉത്തരേന്ത്യയിലൊക്കെ കേൾക്കാം. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ പ്രത്യേകം തേടി ഇഷ്ടപ്പെട്ട് എത്തുന്ന ചിലരുണ്ട്. അതാണ് തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കഥ. കോഴിക്കോട് ചെന്ന് എങ്ങനെയാണ് എത്തിയതെന്നോ എതിലെയാണ് പോയതെന്നോ എങ്ങനെ ശൈഖുനാ മടവൂരിന്റെ ഹളറത്തിൽ അവിടുത്തെ മുന്നിൽ ചെന്ന് നിൽക്കുന്നെന്നോ ഒന്നും അവരുടേതായ തീരുമാനമായിരുന്നില്ല. ആ സന്നിധിയിൽ ഹളറത്തിൽ ചെന്ന് നിൽക്കുമ്പം അവിടുന്ന് പ്രത്യേകമായിട്ട് തങ്ങളോട് പാടിക്കൊടുത്ത പറഞ്ഞു കൊടുത്ത വാചകം പ്രത്യേകമായിട്ട് തങ്ങൾ നമ്മക്കൊക്കെ അങ്ങനെ ഇരിക്കുമ്പം നാളെ നമ്മളൊക്കെ ആ സദസ്സിൽ ഇരുന്നപ്പം പാടി തന്നിരുന്നു. അത് തങ്ങൾ തന്നെ പാടണം. തങ്ങൾക്ക് പാടണമെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ രാഗവും വേണം. അങ്ങനെ അത് പറഞ്ഞു തരുമ്പോൾ അതിന് വേറൊരു ഭംഗിയുണ്ട്, വേറെ ഒരു ആസ്വാദനുണ്ട്. അതൊന്നും നമ്മൾ പറഞ്ഞാലാവൂല. ഏതായാലും ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുനാ മടവൂര് ഖദ്ദസല്ലാഹു സിർറ പ്രത്യേകം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് അവിടുത്തോട് പ്രത്യേകമായി നിർദ്ദേശിച്ച് ഷെയ്ഖുനായുടെ പേരിലേക്ക് ചേർത്തിയ ഒരു പേര് ഷെയ്ഖുനാ മടവൂര് ഇട്ടുകൊടുത്ത അങ്ങനത്തെ സംഭവമുള്ള സ്ഥലങ്ങളോ പ്രത്യേകം അവരിലേക്ക് ചേർത്തിക്കൊണ്ട് ഷെയ്ഖുനാ പ്രത്യേകം പറഞ്ഞ സ്ഥലങ്ങളോ നമുക്ക് അധികം അങ്ങനെ കാണാൻ കഴിയില്ല. ഏതെല്ലാം എന്തെല്ലാം ലോകത്തുണ്ടെങ്കിലും ഷെയ്ഖുനാ മടവൂര് തന്നെ മടവൂര് എന്നതിലേക്ക് ചേർത്തി ഒരു വസ്തുവിനെ പ്രത്യേകം ഷെയ്ഖുനാ നിർദ്ദേശിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തെ പറയുന്നുണ്ടെങ്കിൽ അത് മടവൂര് ഷെയ്ഖുനാന്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ കിട്ടൂല, അധികം കിട്ടുന്നതല്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഷെയ്ഖുനായുടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. പല മശായിഖന്മാരും പല അവസ്ഥകളിലും മടവൂര് ഷെയ്ഖുനായുടെ ഹദറത്തിൽ ചെന്നിട്ടുണ്ട്. ആ കാലത്ത് ഒരുപാട് ഔലിയാക്കന്മാരുള്ള കാലാണ്. ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുനയും സുൽത്താനുൽ ആരിഫീൻ വടകര നൂറും ഖദ്ദസല്ലാഹു അസ്റാറഹും ഒരു കാലത്ത് മുഹയ്യദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും ഒരു കാലക്കാരായി വാണതെങ്ങനെയാണോ അതേപോലെ ഈ കാലത്ത് വന്നവരായിരുന്നു ഷെയ്ഖുനാ മടവൂരും ഷെയ്ഖുനാ വടകര നൂറും. ചില്ലറയല്ല. ഒരാളൊരാളെ മേലെയോ ഒരാളൊരായ താഴെയോ ഒന്നും നമുക്ക് എങ്ങനെയും ഒരു മഹാന്മാരെ കാര്യത്തിലും നമുക്ക് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനെ മേലെ താഴെ കളിയില്ല. ദുനിയാവിലുള്ള സ്ഥാനവും മറ്റും നമ്മൾ കളിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ നമ്മൾ അവരെ കണക്ക് നമ്മൾ കൂട്ടാൻ നിൽക്കരുത്. അല്ലാഹു പ്രത്യേകം ഷെയ്ഖുനാ മടവൂര് ഖദ്ദസല്ലാഹു സിർറ ഷെയ്ഖുനാ വടകര ഓറ് കുടിച്ച ചായ ഷെയ്ഖുനാ മടവൂര് കുടിച്ചിട്ടുണ്ട്. ഷെയ്ഖുനാ മടവൂര് കുടിച്ച ചായ വടകര ഓറും വാങ്ങി കുടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ലോകത്തവര് കാണിച്ചു തരുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കിടയിലുള്ള അങ്ങേയറ്റത്തെ അദബിന്റെ ബന്ധമാണ് നമുക്ക് ആ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതിന്റെ വലിയ തെളിവായി നമ്മളെ മുന്നിൽ നിൽക്കുന്നവരാണ് ഈ കാലഘട്ടത്തിലെ മശായിഖന്മാർ. ഇന്നത്തെ വടകര ഊറ് തന്നെ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന വന്യരായ ശൈഖുനാ യഹ്യൽ ബുഖാരി തങ്ങൾ. അതിൽ ഈ അഹ്ലിന് സംശയിക്കേണ്ടതില്ല. അതിൽ നമ്മൾ ആരും വേറെ ഒരു വാക്ക് ചിന്തിക്കേണ്ടതില്ല. വേറെ ഒരു വിചാരത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല.
അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ നമുക്കൊന്നിനെ വരച്ച് നമുക്ക് കാണിച്ചു ഉറപ്പിച്ചു തരുമ്പം അതങ്ങനെ തന്നെ അതിനെ യഖീൻ കൊണ്ട് അംഗീകരിച്ച് ആ മഹബ്ബത്ത് അവരിലായി പ്രകടിപ്പിക്കലാണ് നമ്മളെ ബാധ്യത. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കാക്കുന്നവരും അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ നോക്കുന്നവനും അത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ പോറ്റുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ. അവർക്ക് ഒരുത്തന്റെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, ഒരാളെ അംഗീകാരത്തിന്റെയും ആവശ്യം ഇല്ല. യഹ്യൽ ബുഖാരി തങ്ങൾ മടവൂര് കോട്ടയെന്ന് ശൈഖുന മടവൂരാണത് സ്ഥാപിച്ചു കൊടുത്തതെങ്കിൽ അവർക്ക് അംഗീകാരവും ഇസ്സത്തും എല്ലാ നിലക്കുള്ള സഹായവും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ശൈഖുൽ മശായിഖ് ശൈഖുന മടവൂരാണ്. ശൈഖുന മടവൂരിന്റെ ഹദറത്തിലേക്ക് നിങ്ങൾ കുറച്ച് മൊയ്ലിയാമാര് കൊണ്ടുപോയതായിരുന്നോ മഹാനവറുകളെ? ശൈഖുന വടകരയോടെ ഹദറത്തിലേക്ക് നിങ്ങൾ ആരെങ്കിലും കുറച്ച് സംഘടനക്കാർ കൊണ്ടുപോയതായിരുന്നോ അവരെ? അല്ല. ആ മശായിഖന്മാർ ഇഷ്ടപ്പെട്ട് ആശിച്ച് അവര് പ്രത്യേകമായി ഖബൂൽ ചെയ്ത് വിളിച്ചവരിൽപ്പെട്ടവരാണ് മഹാനരായ ശൈഖുന യഹ്യൽ ബുഖാരി തങ്ങൾ. ആ മഹാന്മാരോടുള്ള അദബ് അത് നമ്മൾ പഠിക്കണമെങ്കിൽ അത് പള്ളി ദർസിൽ ഓതി പഠിക്കാൻ കഴിയുന്നതല്ല, കിതാബ് ഓതി പഠിക്കാൻ കഴിയുന്നതല്ല. അത് നമ്മൾ ഒരുപാട് കാലം ദർസിൽ ഓതിയിട്ടോ എത്രയോ കാലം കിതാബ് ഓതിയിട്ടോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂടെ ജീവിക്കേണ്ടുന്ന ആ ഒരു അദബ് അത് വേറെ തന്നെയാണ്. അത് സുഹബത്ത് കൊണ്ട് മുസാഹബത്ത് കൊണ്ട് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ എത്തിക്കുക എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവരോടുള്ള അദബിലായി കഴിയാൻ കഴിയാന്നുള്ളതാണ്. മശ്ശഅ്നു വജൂദു ത്വലബ് ഇന്നമ അശ്ശഅ്നു അൻ തൂരിസ ഹുസ്നുൽ അദബ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ലോകം തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. എല്ലാരും തേടുന്ന ഒരു വസ്തു നിനക്ക് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. ആ കിട്ടിയ വസ്തുവിനോട് അദബിലായി ആ ബന്ധം നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത്. അതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ ചിലപ്പോ നമ്മൾ തന്നെ ആഗ്രഹിക്കാതെ, നമ്മൾ തന്നെ ആലോചിക്കാതെ ചിലപ്പോ നമുക്ക് എവിടുന്ന് അവരെ കാണാം. ആളുകൾ തേടി ആശിച്ച് കാണാൻ നടക്കുന്നവരെ കാണാനൊക്കെ കഴിയാം, അവരെ കിട്ടാം. അതേ സമയത്ത് അതോടുകൂടി അത് കൊണ്ടു നടക്കാൻ കഴിയല്ലത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്, ആരിഫീങ്ങൾ അതൊരു വേറെ മാർഗം തന്നെയാണ്. അത് കിതാബ് ഓതി പഠിക്കണം മൊയ്ലിയാമാരെയോ കുറച്ച് ആലിമീങ്ങളെയോ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ ഒരുപാട് മക്കൾക്ക് കിതാബ് ഓതി കൊടുത്തത് കൊണ്ടോ വഅദ് പറഞ്ഞത് കൊണ്ടോ ദർസ് നടത്തിയത് കൊണ്ടോ ഒന്നും ഒരാള് ആരിഫീങ്ങളിലോ സ്വാലിഹീങ്ങളിലോ ഔലിയാക്കളിലോ ഒരാള് പേടൂല. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും അവര് വഅദ് പറയുന്നവരുണ്ടാകാം, ദർസ് നടത്തുന്നവരുണ്ടാകാം, ഇൽമു പറയുന്നവരുണ്ടാകാം. ആ നിലക്കുള്ള എല്ലാ സ്വഭാവവും ഔലിയാക്കളിൽ ഉണ്ടാകാം. പക്ഷേ ആ കാര്യം ചെയ്തത് കൊണ്ട് ഒരുത്തൻ വലിയാകുന്നില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങളെ ഭാഗം, അവരെ ഭാഗം അല്ലാഹുവുമായി ബന്ധപ്പെട്ട അർശുമായി ബന്ധപ്പെട്ട ഖൽബ്, അല്ലാഹുവിൽ നിന്നുള്ള ഏത് സമയവും അല്ലാഹുവിനോട് ബന്ധം സ്ഥാപിച്ച ഖൽബാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഖൽബ്. അത് കിതാബ് ഓതിയിട്ട് കിട്ടുമോ? ഒരാൾ എത്രയോ കാലം ദർസ് നടത്തിയിട്ട് ഇപ്പം അള്ളയായിട്ടുള്ള വല്ല ബന്ധം എത്തിക്കോ? ഒരു നിലക്കും എത്തിക്കാൻ കഴിയില്ല. 10,000 കോടി കിതാബ് ഓതിയാലും ഈ പറയപ്പെടുന്ന ഉന്നതന്മാരായ മശായിഖന്മാരെ ഒരു രോമത്തിന് നമ്മളാവോ? ഒരിക്കലും നമ്മളാകൂല. മടവൂര് കോട്ട എന്നതിൽ നമ്മൾ ഇരിക്കുമ്പം ഇത് ശൈഖുന മടവൂര് വെച്ച പേരാണെങ്കിൽ ഇതിനൊരു ബഹുമതിയുണ്ട്, ഇതിനൊരു മഹത്വമുണ്ട്. ശൈഖുനയുടെ നാടിലേക്ക് ചേർത്തി ശൈഖുന തന്നെ അങ്ങനെ ഒരു പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ നിസ്സാരപ്പെടുത്തി തള്ളിക്കളയാൻ പറ്റുന്ന ഭാഗമാണോ? ഇതാരാ പേര് പറയണേ? ഇത് വെറും പറച്ചില് മാത്രമല്ല,
അവിടുന്ന് പ്രത്യേകം എഴുതി തന്നെ കൊടുക്കുകയാണ്, മഹാനരായ തങ്ങളവറുകൾക്ക് മടവൂര് കോട്ട എന്നുള്ളത്. അത് പിന്നെ മൊയ്ലിയാമാരെ കോട്ട ആകുമോ? അത് ഏതെങ്കിലും സംഘടനന്റെ കോട്ട ആകുമോ? ശൈഖുന മടവൂര് കാലങ്ങൾക്ക് മുമ്പ് മടവൂര് കോട്ട എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മടവൂര് കോട്ട തന്നെ ആകൂ. അത് അവിടുത്തെ കറാമത്തുള്ള നാവിന്റെ ആ ദാത്തിന്റെ ബറക്കത്താണ്, കറാമത്താണ്. മശായിഖന്മാർ ഒരു വിഷയത്തിൽ അവർ സംസാരിച്ചാൽ, അവർ എഴുതിയാൽ അതങ്ങനെ സ്ഥിരപ്പെടുള്ളൂ, അതങ്ങനെ സ്ഥിരപ്പെട്ട് വരുള്ളൂ. മശായിഖന്മാരെ കൂടെ നമ്മൾ ജീവിക്കുമ്പം പല പ്രയാസവും നമുക്കുണ്ടാകും, പല ബുദ്ധിമുട്ടുണ്ടാകും, പല നിലക്കുള്ള ഇടങ്ങേറുണ്ടാകും. നമ്മൾക്ക് അത്ര എളുപ്പമുള്ള മാർഗമല്ല മശായിഖന്മാരെ കൂടെ നീങ്ങൽ. വലിയ നിലയും വിലയും സ്ഥാനവും ആളുകളുടെ ഇടയിലുള്ള അംഗീകാരവും ഇതൊന്നും ആശിച്ചിട്ടാണ് ഒരുത്തൻ നടക്കണതെങ്കിൽ ഓന് പറ്റിയ പണിയല്ല മശായിഖന്മാരെ കൂടെ നീങ്ങൽ. അത് കുറച്ച് ഇടങ്ങേറും പ്രയാസവും ബുദ്ധിമുട്ടും. നന്നായി തടിമൽക്ക് ആകത്തെ ഇറച്ചി എന്നെ ഇളകണ കോലത്തിൽ തടിമൽക്ക് പിടിക്കണ കാര്യമാണ് അല്ലാഹുവിന്റെ സ്വാലിഹീകളെ കൂടെ നടക്കൽ. ഏതെല്ലാം കഠിനമായ വഴികളിലൂടെ യാത്ര ചെയ്താണ് മഹാനരായ സയ്യിദ് അവർകൾ ഇന്നീ അവസ്ഥയിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. സുൽത്താനുൽ ആരിഫീൻ ശൈഖുനാ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറ അവിടുന്ന് പറഞ്ഞില്ലേ, മാ വസ്വൽതു ഇലാ മാ വസ്വൽതു ബിസ്ഖിയാമി നഹാരിൻ വലാ ബിഖിയാമി ലൈലിൻ. ഞാൻ ഒരുപാട് രാത്രി നിസ്കരിച്ചിട്ടോ ഒരുപാട് പകല് നോമ്പ് നോറ്റിട്ടോ അതുപോലുള്ള ഇബാദത്തും അമലും ചെയ്തിട്ടല്ല ഞാൻ ഇന്ന് എത്തിയിടത്തേക്ക് എത്തിയത്. ബൽ വസ്വൽതു ഇലാ മാ വസ്വൽതു, ഞാൻ എത്തിപ്പെട്ട സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത് ബിൽ ഇഫ്തിഖാരി വൽ ഇൻകിസാരി വൽ ദില്ലതി വൽ ഖിദ്മ. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ കൂടെ കൂടുമ്പം ചിലപ്പോ സ്വന്തം ആൾക്കാരിൽ നിന്ന് തന്നെ പ്രയാസം ഉണ്ടാവും. സ്വന്തം കൂടെ തന്നെ നടക്കുന്ന ആളായിരിക്കും, അവരും പ്രത്യേകം അവനോ ഏത് ശൈഖിന്റെ കൂടെയാണോ അവരിൽ തന്നെ അങ്ങനെ സമർപ്പണമുള്ള മഹബത്തുള്ളവനായിരിക്കും ഓനും തൊട്ടടുത്തുള്ളവനും. ഇഖ്വാനീങ്ങളിൽ നിന്ന് തന്നെ പ്രയാസം ഉണ്ടാകാം. നമ്മൾ ആരെയും നോക്കുന്നില്ല, നമ്മൾ വന്നതിൽ ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ മശായിഖന്മാരെ കൂടെ കൂടുമ്പോൾ നമുക്കൊരു ഉദ്ദേശമുണ്ട്. അതാരാണ്? നമ്മൾ കണ്ണിൽ കാണുന്ന നമ്മുടെ സന്നിധി ഏതാണോ, നമ്മളെ ഗുരു ആരാണോ, നമ്മൾ ആരെ കണ്ടാണോ നമ്മൾ നിൽക്കുന്നത് അതിൽ മാത്രമായിരിക്കണം. ജനങ്ങളിൽ നിന്നുള്ള പ്രയാസം ഉണ്ടാകാം, പല നിലക്കുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, കുടുംബത്തിൽ നിന്നുണ്ടാകാം, നാട്ടിൽ നിന്നുണ്ടാകാം, ജോലിയിലുണ്ടാകാം, പല നിലക്കും പലതുണ്ടാകാം. ഇതെല്ലാം സഹിക്കാനും അതിനെല്ലാം ത്യജിക്കാനും തയ്യാറായിക്കൊണ്ടാണ് ഒരുത്തൻ ഒരുങ്ങുന്നതെങ്കിൽ അവനുള്ളതാണ് മശായിഖന്മാരെ ഹദറത്ത്. അതാ മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞത്, ഇജ്ജ് എന്നെ തന്നെ ഒഴിവാക്കിയിട്ട് വാ, നീ എന്നെ തന്നെ ഒഴിവാക്കിയിട്ട് വേണം മശായിഖന്മാരെ കൊള്ള ചെല്ലാൻ. നമ്മളെ ആയിട്ടല്ല പോണ്ടി, പിന്നെ നമ്മളെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം അവരെ കൊള്ള ചെല്ലാൻ. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് പഠിപ്പിച്ച ഫനാഇന്റെ ഭാഗം. അവനെ ഞാന് എന്നുള്ളതായിട്ടാണ് ഒരുത്തൻ ചെല്ലുന്നതെങ്കിൽ, മശായിഖന്മാരെ ഹദറത്തിൽ ഒരുത്തൻ ചെല്ലുന്നതെങ്കിൽ അവനങ്ങനെ അവിടെ കഴിയും എന്നല്ലാതെ അവന് കിട്ടേണ്ടുന്ന ഒന്നും അവിടുന്ന് കിട്ടൂല. ആളുകളുടെ ഞാൻ തങ്ങളാളാ, അല്ല ഞാൻ ആ ശൈഖിന്റെ ആളാ, ഞാൻ എന്നെ അടുത്ത ആളാന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാൻ ദുനിയാവിന് ഇങ്ങനെ കിട്ടുന്നല്ലാതെ എന്താണോ ആ മശായിഖന്മാരിൽ നിന്ന് നമ്മൾ നേടേണ്ടത് അത് നമുക്ക് നേടാൻ കഴിയൂല. അതുകൊണ്ട് ഏത് പ്രയാസവും എന്ത് പ്രശ്നവും എന്ത് പ്രതിസന്ധിയും വന്നാലും നമ്മൾ പിടിച്ചെടുത്ത് നിന്ന് അനങ്ങാൻ പാടില്ല, നമ്മളത് മുറുക്കി പിടിക്കണം. അതല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. അങ്ങനെ റസൂലുള്ള പറയണമെങ്കിൽ അത്രത്തോളം പ്രയാസം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. മശായിഖന്മാരെ കൂടെയുള്ള മാർഗം എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള പണിയല്ല. അതേ സമയത്ത് അവരെ പോകലും കാണലും കൈമൊത്തലും കാലുമൊത്തലും, ഓ ഈ നല്ല ആളെന്നെ എന്നോല് പറയലും, ഇതൊക്കെ പെട്ടെന്ന് കഴിയും.
പക്ഷെ ഇത് നമുക്ക് നിലനിന്ന് കിട്ടണ്ടേ, ഇസ്തിഖാമത്ത് വേണ്ടേ? ഏത് കാര്യത്തിന്റെയും വിജയം ആഖിബത്തല്ലേ? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഒടുക്കം വരെ അത് സൂക്ഷിച്ചു കൊണ്ട് നടന്നവർക്ക് അത് വിജയം ഉണ്ടാകൂ. 10 കൊല്ലം നടന്നതുകൊണ്ടോ, ഒരു ദിവസം നടന്നതുകൊണ്ടോ, ഒരു സെക്കൻഡ് നടന്നതുകൊണ്ടോ, ഒരു മിനിറ്റ് നടന്നതുകൊണ്ടോ, കൊല്ലങ്ങളോളം മുഴുവനും നടന്നതുകൊണ്ടോ ആയില്ല. നമ്മക്കിത് നിലനിന്ന് കിട്ടണം. എന്ത് പ്രശ്നം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ആരുടെ നമ്മൾ എത്ര കുറഞ്ഞവനായാലും, എന്ത് തന്നെ നമ്മളെ ആര് ചീത്ത പറഞ്ഞാലും, ഏത് നിലക്കുള്ള പ്രയാസം എന്ത് നമുക്ക് വന്നാലും നമ്മളത് നോക്കണ്ട. നമ്മളൊരാളിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മളുള്ളത്. ആ ആളെ നമുക്ക് സ്ഥിരപ്പെടുത്തി തന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ്യു. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. യഹ്യൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പയുടെ ഹദറത്ത്, അവരെ കുറിച്ച് പറയേണ്ടത് മൊയ്ലാരല്ല. കാരണം ഓരോ മൊയ്ലാമാരെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. അവരെ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് നാടന്മാരല്ല, ഒരു നാടന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളും അല്ല. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാരെ, അവരൊരു കാര്യം ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവിടെ ഹക്ക്. അവിടെ പിന്നെ ജനങ്ങളുടെ ഇടയിലുള്ള വില നോക്കി നിൽക്കുക, സ്ഥാനം നോക്കി നിൽക്കുക, സംഘടന നോക്കി നിൽക്കുക, പ്രസ്ഥാനം നോക്കി നിൽക്കുകയാണോ? എത്ര വലിയ ആളുകളായിട്ടും കാര്യമൊന്നുമില്ല. മശായിഖന്മാരെ കൊണ്ട് വിജയം കിട്ടാത്ത 4 കൂട്ടരുണ്ട്. അള്ളാന്റെ ഔലിയാക്കന്മാരെ കൊണ്ട് അധികവും പേച്ചു പോണ കൂട്ടരുണ്ട്. 4 കൂട്ടരെ പ്രത്യേകം പറഞ്ഞതിൽ എണ്ണിയതാണേത്? ഉമ്മയും വാപ്പയും. അധികം മശായിഖന്മാരെ ഉമ്മയും വാപ്പയാകുമ്പം മോനെ എന്നുള്ള കണക്കിൽ എന്നെ നോക്കും. ഞാൻ പറയല്ല, മഹാന്മാര് കിതാബിൽ എഴുതി വെച്ചതാ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ആള് എന്ന കാഴ്ച ചിലപ്പോ അങ്ങോട്ട് കാണാൻ കഴിയൂല. രണ്ടാമത് പറഞ്ഞതാ മക്കള്. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ ഹദറത്തിൽ ഇരിക്കുകയും കഴിയുകയൊക്കെ ചെയ്യുമ്പോൾ വാപ്പാന്നുള്ള കണ്ണിലുണ്ടാകുക, അതിൽ തന്നെ ആയിപ്പോയാൽ. പിന്നെ പറഞ്ഞതാ ഭാര്യയും ഭർത്താവും. അല്ലാഹുവിന്റെ ആളാണ് ഭർത്താവ്, പക്ഷേ ഭാര്യയ്ക്ക് ഏത് സമയത്തും ഭർത്താവ് എന്ന കാഴ്ച മാത്രമാകുമ്പം അധികവും പഴയ്ക്കും. 4ാമത് പറഞ്ഞതാണ് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഖാദിം. ഇത് മശായിഖന്മാര് പലരും ആവർത്തിച്ച് പറഞ്ഞത് മഹാന്മാര് കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഈ 4 കൂട്ടർക്ക് മശായിഖന്മാരെ കൊണ്ട് അധികവും പഴച്ച ചരിത്രങ്ങളെ കിതാബിൽ കാണാനുള്ളൂ, ചരിത്രത്തിൽ കാണാനുള്ളൂ. അതെന്താ കാരണം? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമത്തു സുഹ്റാ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, നമ്മളെ ഉമ്മ ബീവി ഫാത്തിമത്തുൽ ബതൂൽ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാണ്. റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ജീവിക്കുമ്പം ഉപ്പ എന്ന്, യാ അബതി എന്ന് വിളിക്കുന്ന ഫാത്തിമ തന്നെ യാ റസൂലല്ലാഹ് എന്നാണ് കൂടുതലും വിളിക്കുന്നത്. അത് അള്ളാന്റെ റസൂല് എന്ന് ഉറപ്പിക്കുന്നിടത്താണ് ബീവി ഫാത്തിമത്തിന് ഇത്രയും വലിയ ബഹുമതി കിട്ടിയത്. എന്ന മഹാന്മാരെ കൊണ്ട് ഏറ്റവും വിജയമുള്ളവരും ആര് തന്നെ? അള്ളാന്റെ ഔലിയാക്കന്മാരെ കൊണ്ട് വലിയ വിജയം നേടുന്നവരും ആര് തന്നെ? ഇവര് തന്നെ. അത് കൊണ്ടു നടക്കുന്നത് പോലെ കൊണ്ടു നടക്കുമ്പം, അപ്പൊ ഞാന് വയല് പറയല്ല, ഈ കാര്യം പ്രത്യേകം ഉണർത്തി തരുന്നത് ആരോടാ? ഇപ്പം മശായിഖന്മാരെ മക്കള് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. വടകര ഓറ് മഹാനരായ തങ്ങളുപ്പാപ്പയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടതാണ്. ഞാനന്ന് ചെറിയ കുഞ്ഞനായപ്പം വാപ്പന്റെ കൂടെ നടക്കാവിൽ ഓറും നേതൃത്വം കൊടുക്കുന്ന ഷാദിലിയിൽ പലതവണ പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾക്ക് അത്ര ചെറുതാ, അത്രയും ഓർമ്മയുള്ളൂ. അവര് പ്രത്യേകം കൈ പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോയി ഒപ്പര ഇരുത്തിയിട്ട് അന്ന് വടകര ഓറ് അവിടുന്ന് ഭക്ഷണം തന്നിട്ടുണ്ട്. ആ സമയത്ത് വിരലിൽ മാത്രം നിന്നൊരാള് പ്രത്യേകം എന്താണ് തങ്ങൾ അന്നേരം ചെയ്യുന്ന ആ ഷാദുലി ഹൽഖയിൽ തങ്ങൾ ചെയ്യുന്ന ആ റഖ്സുണ്ട്, ഷാദുലിയത്തിന്റെ ആ ദിക്റ്, അതൊന്നും നമ്മൾ വേറെ ഒരാളും അത്ര ഭംഗിയിലും അത്ര കമാലിയത്തിലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവര് കൊടുത്ത ആ പ്രത്യേക ആഫിയത്തിലാണ് തങ്ങൾ ഇന്നുള്ളത്. നിങ്ങളാരോ കൊടുത്തതാണോ തങ്ങൾക്ക്?
നിങ്ങൾക്കെന്താ തങ്ങളെ കാര്യത്തിൽ ഇത്ര ഇടങ്ങേറ്? നിങ്ങളെന്തിനാ ബേജാറാണ്? തങ്ങൾക്ക് മടവൂര് ഷെയ്ഖുനയുമായിട്ട് ഷെയ്ഖുനാനെ കാണിച്ചു കൊടുത്തവരോ ഷെയ്ഖുനയായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി കൊടുത്തവരാണോ ഇപ്പൊ ഈ മൊയ്ലിയന്മാര്? അതിലൊന്നും പെട്ട ആളല്ല ഷെയ്ഖവറുകൾ. മഹാനവറുകളെ നമുക്ക് കാണിച്ചു തന്നതും ഷാദുലി തങ്ങൾ എന്ന് വിളിച്ച് നമുക്ക് സ്ഥിരപ്പെടുത്തി തന്നതും അത് ഷെയ്ഖുന മടവൂരും ഷെയ്ഖുന വടകര നൂറും ഖദ്ദസല്ലാഹു അസ്റാറഹും. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹുവിന്റെ ആളുകൾ അറിയൂ. വേറെ ഒരാൾക്കും അത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടെ ഒരു നിലക്കും ഒരുത്തനും അധികാരമല്ല. അതുകൊണ്ടല്ലേ നസ്വായ ഖൗല് ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു. അല്ലാഹുവിന്റെ വലിയനെ അല്ലാഹുവിന്റെ വലിയെ അറിയൂ. മഹാനരായ സയ്യിദ് അവറുകളെ ശൈഖുന മടവൂരിനെ അറിയൂ. മഹാനരായ സയ്യിദ് അവറുകളെ ശൈഖുന വടകര നൂറിനെ അറിയൂ. അതുകൊണ്ടാണ് അവര് നമുക്ക് പറഞ്ഞ് സ്ഥിരപ്പെടുത്തി തന്നത്. അതിന്റെ മേലെ ഇനി വേറെ ഒരുത്തനും ഒന്നും പറഞ്ഞു വരേണ്ടതില്ല. അതിന്റെ മേലെ നമ്മൾ ഇവിടെ ഒരാളെയും കാണുന്നില്ല. അത് അവരെ അഹിലാണെന്നോ അവരെ കുടുംബാണെന്നോ അവരെ ബന്ധാണെന്നോ പറഞ്ഞു നടക്കുന്ന ആര് തന്നെയും ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുന മടവൂരിന്റെ കലാമിന്റെ മേലെ സുൽത്താനുൽ ആരിഫീൻ വടകര നൂറിന്റെ കലാമിന്റെ മേലെ ഒരു കലാം നമ്മൾക്കില്ല. നമ്മൾ അവരെ മഹത്വം പറയുമ്പം അവരെ കുറിച്ച് നമ്മൾ പറയുമ്പം അതാണല്ലോ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം. ഷെയ്ഖുന മടവൂരിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ, വടകര ഓറെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ, അതല്ലേ നമ്മളെ ജീവിതത്തിലെ സന്തോഷം തന്നെ. അതുകൊണ്ട് ആ മശായിഖന്മാര് നമുക്ക് കാണിച്ചു തന്നു. ഈ കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ ഔലിയാക്കള് മശായിഖന്മാരുണ്ട്. അവരിന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. മഹാനരായ തങ്ങളുപ്പാപ്പയെ കുറിച്ച് കുറച്ച് സമയമായി, കുറച്ച് മാസങ്ങളായി, കുറച്ച് വർഷമായി ഈ കാലഘട്ടത്തിൽ മശായിഖന്മാര് പ്രത്യേകം പറയുന്നു. അതിന്റെ മുന്നൊന്നും നമ്മൾ കേൾക്കുന്നില്ല. പെട്ടെന്നൊരു സാഹചര്യത്തിൽ പ്രത്യേകണ്ട് തങ്ങളെ കുറിച്ച് പറയുന്നു. മടവൂർ കോട്ടയിൽ വടിത്തങ്ങൾ എന്ന് പറഞ്ഞ രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു സംസാരം വരുന്നു, ചർച്ച വരുന്നു. അവിടുന്നൊക്കെ നമുക്ക് പറഞ്ഞും കാണിച്ചും തന്നു. തങ്ങളുമായി ബന്ധപ്പെട്ട അഹ്ലിലെ മക്കളും അവിടുന്ന് പ്രത്യേകം ഇഷ്ടപ്പെടുന്ന കുട്ടികളും ആ ഹളറത്തിൽ വന്ന് നമ്മളെല്ലാവരും ഇരുന്നപ്പോൾ നമ്മളെ ഇരുത്തി നമുക്ക് പറഞ്ഞു തന്നു തങ്ങൾ ആരാണെന്ന്. ശൈഖുന മടവൂര് പറഞ്ഞ കലാം, വടകര നൂറ് പറഞ്ഞ കലാം, അതിനെ വീണ്ടും കാലഘട്ടത്തിലെ മശായിഖന്മാർ സ്ഥിരപ്പെടുത്തി പറഞ്ഞു തരികയാണ്. അതുപോലെ അവിടെ നമ്മൾ അങ്ങേയറ്റത്തെ യഖീനിലാണ് ഈ സദസ്സിലുള്ളത്. ശൈഖുന മടവൂരിന്റെ നോട്ടുണ്ട് ഇവിടെ, അല്ല ശൈഖുന മടവൂര് തന്നെ ഉണ്ട് ഇവിടെ. ശൈഖുന വടകര നൂറിന്റെ നോട്ടുണ്ട് ഇവിടെ, അല്ല വടകര ഓറ് തന്നെ ഉണ്ട് നമ്മളെ സദസ്സില്. മശായിഖന്മാരെ ഒക്കെയും നോട്ടവും കാവലും സഹായവും നമ്മളെ ഈ സദസ്സിലുണ്ട്. നമ്മളൊക്കെയും ശൈഖുന അങ്ങനെ ഒരു പേര് വിളിച്ച ഈ സ്ഥലം, ഈ പ്രത്യേകമായ വീട്, ഈ മജ്ലിസ്, ഇതിനെ ഭംഗിയാക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉറൂസും ഈ വാർഷികവും ഒരു വലിയ മുന്നേറ്റത്തിന്റെ വലിയ തുടക്കമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും മശായിഖന്മാരും നമ്മളെ പ്രത്യേകമായി ശക്തമായ ഭാഷയിൽ നമ്മളോട് കൽപ്പിച്ച് നിർദ്ദേശിച്ച് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത് തങ്ങളെ കൂടെ നിൽക്കാനും തങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നിലക്കുള്ള സഹായവും ഏതെല്ലാം രൂപത്തിൽ നമ്മൾ അവരെ കൂടെ നിൽക്കണോ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മളോട് നീങ്ങാനാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മശായിഖന്മാരെ പ്രത്യേകമായ നിർദ്ദേശം. അത് നമ്മളെല്ലാരും ഖൽബിൽ പൂർണ്ണമായും ഏറ്റെടുത്ത് ആ ബന്ധം നമ്മൾ സ്ഥിരപ്പെടുത്തി പോകണം. ഇതേതാ കാലം എന്നറിയോ? ശൈഖുന മടവൂരൊക്കെ അതികഠിനമായ ഭാഷയിലായി മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലത്തെ കാര്യത്തിനോട്, അങ്ങനത്തെ വർഗങ്ങളോട് ശൈഖുന മടവൂരിന് ഭയങ്കര വെറുപ്പായിരുന്നു. ശക്തമായ നിലപാടായിരുന്നു ശൈഖുനാക്ക്. കാരണം എന്താണെന്നറിയോ? ആ കാലത്ത് ഈ ദീനിനെ നാശമാക്കി മശായിഖന്മാരെ ഭാഗത്തിനെ കളിയാക്കി ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവർ അക്കാലത്ത് മുജാഹിദും ജമാഅത്തും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതികഠിനമായിരുന്നു.
നമ്മളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തങ്ങളുപ്പാപ്പയുടെ അതിലുള്ള കഠിനമായ ശൈലി അല്ലേ. ഉസ്താദൊക്കെ ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് തങ്ങളെ കൂടെ ഇവിടെ ഉള്ള ആളാണ്. അതേ സമയത്ത് ആ ഒരു കർശനമായ ശൈലിയും നിലപാടും തങ്ങൾ ഉപ്പാപ്പയിൽ നമുക്ക് കാണാം. ഈ കാലഘട്ടത്തിലുള്ള മശായിഖന്മാര് നമ്മളോട് അതികർശനമായി ബോധ്യപ്പെടുത്തി പറഞ്ഞു തരുന്നുണ്ട്, പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. ഒരു വിഭാഗത്തിന് ഹസനി ഉസ്താദ് പ്രത്യേകം ചില പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തന്ന് ഷാദുലിയ ഹൽഖയെ നിന്ദിച്ച് ഇന്നലെ രാത്രി ഇവിടെ റിഫായി റാത്തീബ് അതിന്റെ കാലം കഴിഞ്ഞു പോയി, അതിനൊരു നിലവാരവും വിലയില്ലെങ്കിൽ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരു തിന്നാലൊന്ന് തൊള്ളയിൽ വെച്ചിട്ട് കാണിക്കും. എന്റെ ഷെയ്ഖിന്റെ പവറും എന്റെ സംഘടനയും നിങ്ങളെ മുഷാവറയിലുള്ള 40 ആളെയും പേര് വിളിച്ചിട്ട് ഒരു കത്തിയെടുത്ത് കുത്തുന്ന പള്ളക്ക് കാണട്ടെ. ഒക്കെ ഔലിയാക്കളാണെങ്കിൽ ഒരു കത്തിയെടുത്തിട്ട് കുത്ത് നടക്കോ? ഇവിടുന്ന് ഇങ്ങോട്ട് വലിയ കുന്തവും കമ്പിയും എടുത്തിട്ട് തുളച്ചു കയറുക മസ്ജിദിലൂടെ. ഇന്നലെ ഇവിടെ നടന്ന റിഫായി റാത്തീബിന്റെ ഹൽഖയിൽ നേർക്ക് നേരെ നമ്മൾ കണ്ടതല്ലേ ആരാ? അഹ്മദുൽ കബീർ റിഫായി. ചില്ലറ ആളാണോ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ബിഇദ്നി റബ്ബി ഫലാ യബ്ഖാ ലഹാ ഹററാ. ആരെ പേര്? റിഫായിന്റെ പേര്. ഇൻ ദുകിറ ലഹാ അന്നാറു തബ്റുദു ബിസ്മി ഇൻ ദുകിറ ലഹാ. തീയോട് എന്റെ പേര് അഹ്മദുൽ കബീറിന്റെ പേര് തീയോട് പറയപ്പെട്ടാൽ ബിഇദ്നി റബ്ബി അല്ലാഹു തന്ന പ്രത്യേകം അനുവാദത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. ഫലാ യബ്ഖാ ലഹാ ഹററാ. അതിന് തീയിന് ചൂടുണ്ടാകൂല. കുത്തിയാൽ അതുകൊണ്ട് മസിൽ ഓട്ടയായി മസിലിനെല്ലാം കൂടി വെന്ത് വന്ന് ഞരമ്പൊക്കെ പൊട്ടി പിന്നെ കൈ തൂങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. ആ കൈക്ക് പിന്നെയും അതേ ബലം അവിടെ നിലനിൽക്കുകയാണ്. ഈ റിഫായി റാത്തീബിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സംഘടനന്റെ കാലവും ആണ് എന്നാണ് പറയുന്നതെങ്കിൽ മശായിഖന്മാരെ കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ഏതാണ്? ചൂറന്റെ കാലാണ്. ആ കാലത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട ഇതിന്റെ ആളുകളാണ് ഇനിയുള്ള കാലത്ത് ഔലിയാക്കന്മാരെ സ്ഥാനത്ത് എങ്കിൽ നിങ്ങളൊരു റാത്തീബ് നിങ്ങളത് ഉണ്ടാക്കി, നിങ്ങളെ ചൂറന്റെ ഒരു റാത്തീബ്, എന്നിട്ട് അതിലൊന്ന് കത്തിയെടുത്ത് കുത്തട്ടെ, കുന്തെടുത്തിട്ട് കഴുത്തിന് കുത്തട്ടെ, നടക്കുവോ? അത് നിങ്ങൾക്ക് കാണിക്കാനും പണം വാങ്ങാനും നിങ്ങൾക്ക് മുഹയ്യദ്ദീൻ ശൈഖ് തന്നെ വേണം, റിഫായി ശൈഖ് വേണം, നിങ്ങൾക്ക് പണം പിരിക്കാൻ മടവൂര് ശൈഖ് വേണം, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ശൈഖുന വടകര നൂറ് വേണം. ഖദ്ദസല്ലാഹു അസ്റാറഹും. അതുകൊണ്ട് ആ കാലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ കുറച്ച് കാലാണ് എന്നൊക്കെ അങ്ങനെ ഒരു പൂതിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെച്ചാ മതി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കാലം അതിന് ഒരു അസ്തമാനമില്ല. ലോകാവസാനം വരെ അത് നിലനിന്നുകൊണ്ടിരിക്കും. കൂനൂ മഅസ്വാദിഖീൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വാദിഖീങ്ങൾ എന്നത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. അതേതോ ചില കാലക്കാരോട് മാത്രമുള്ള അമ്രല്ല, അത് ഖിയാമം വരെ വരുന്ന ഉമ്മത്തിനോടുള്ള സമൂഹത്തിനോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. വകൂനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ഉണ്ടാകണോ? സ്വാദിഖീങ്ങളെ കൂടെ ചേരണം. അപ്പൊ സ്വാദിഖും വലിയ തന്നെ, സ്വാലിഹും വലിയ തന്നെ, എല്ലാം അങ്ങോട്ട് എന്ത് ചെയ്ത് കുറച്ച് മൊയ്ലിയമാര് പഠിച്ചോലാക്കി തീർക്കാനുള്ള ശ്രമം. മുഹയ്യദ്ദീൻ ശൈഖിനെ ഈ അടുത്ത സമയത്ത് സംസാരിച്ചിട്ട് മുഹയ്യദ്ദീൻ ശൈഖിനെയും ഒരു മൊയ്ലിയാരാക്കാനുള്ള കഠിനമായ ശ്രമ നടക്കുന്നത്. 3 ദിവസമൊക്കെ മൊയ്തീൻ ശൈഖിനെ പറ്റിയിട്ടുള്ള പഠനവേദിയാ. എന്തായാലും പഠിപ്പിക്കുന്നത് ഒരു നല്ല ദർസ് നടത്തിയ നല്ല ആലിമായ മൊയ്ലിയാരായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ദർസൊക്കെ നടത്തിയ ആലിമായി നടന്നാൽ ആ അവസ്ഥയിൽ ഉണ്ടായാൽ വലിയ കറാമത്തും മഹത്വവും സംഭവവും ഒക്കെ ഉണ്ടാകും. എന്താണ് അങ്ങോട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് ഇല്ലാണ്ടാകണത്? സൂക്ഷിക്കണം, നമ്മള് ശ്രദ്ധിക്കണം. നമ്മള് മടവൂര് കോട്ടയിൽ നമ്മൾ ഈ സമയത്ത് ഒരുമിച്ച് കൂടുന്ന ഈ ഒരു സന്ദർഭം, ഈ ഒരു കാലം, ഈ ഒരു സമയം വളരെ അധികം പ്രധാനപ്പെട്ട ഒരു സമയത്താണ്. ഈ കാലഘട്ടത്തിലെ മശായിഖന്മാര് നമ്മളവിടെ ഒരുമിച്ച് കൂട്ടി നിർത്തുന്നത്. ഇതിന്റെ പിന്നിൽ വലിയ സംഭവങ്ങളുണ്ട്, ഇതിന്റെ പിന്നിൽ വലിയ സിറുകളുണ്ട്, വലിയ അസ്റാറുകളുണ്ട്. ശൈഖുന മടവൂരെന്ന് സ്ഥാപിച്ചിട്ട പേര്, ആ പേരിനുള്ളിൽ വലിയ രഹസ്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാകൂല.
തങ്ങളെ ഹദറത്തിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പം, നമ്മൾ അവരോട് സംസാരിക്കുമ്പം അവരെ പല അവസ്ഥയും നമുക്ക് തിരിയൂല. നമ്മൾ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എല്ലാ നിലക്കുള്ള പല പ്രയാസവും പ്രതിസന്ധിയും നമുക്ക് നേരിടേണ്ടി വരും. അതൊന്നും നോക്കണ്ട. നമുക്ക് ഈ മശായിഖന്മാരെ മുറുകെ പിടിച്ച് ഉറപ്പിച്ച് വേണം നമുക്ക് ജീവിച്ച് ഇസ്തിഖാമത്തിലായി ഹസ്നുൽ ഖാത്തിമത്തിലായി നമുക്ക് മരിക്കാൻ. അതിന് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ നോട്ടത്തിൽ കാവലിൽ അല്ലാഹ് നമുക്ക് ഭാഗ്യം കൂട്ടിത്തരട്ടെ. ഒരല്ലാഹ് ഇഷ്ടപ്പെട്ട ആളെയും വെറുപ്പിക്കണ്ട. അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകളെ ആരെയും നമ്മൾ അടങ്ങേറാക്കണ്ട, സുയിപ്പാക്കണ്ട, ബുദ്ധിമുട്ടാക്കണ്ട. എന്തെല്ലാം തോന്നിവാസ പറഞ്ഞ് നടക്കണേ ശൈഖുനാ മടവൂരിനെ കുറിച്ച്. ശൈഖുനാ മടവൂരിനെ കുറിച്ച് എന്തെല്ലാം മോശപ്പെട്ട വാക്കാ പറയും. ഈ അടുത്ത ദിവസം ഒരു മൊയ്ലിയാര് ശൈഖുനാ വടകര നൂറ് ഖദ്ദസുല്ലാഹു സിറ, എന്താണ് അവിടുത്തെ മഹത്വം നമ്മൾക്ക് പറഞ്ഞാൽ തീരുന്നതാണോ? അവരെ ഉന്നതമായ ലോകം നമുക്ക് മനസ്സിലാകുന്നതാണോ? ശൈഖുനാ മടവൂരിന്റെ ലോകം നമുക്ക് തിരിയുന്നതാണോ? മറുകരയില്ല കടല് ഞാനെന്നോവർ, മനുഷ്യനറിയാത്ത വസ്തു ഞാനെന്നോവർ, ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും ഞാനിവയെല്ലാവർക്കും മെയ്യേ ശൈഖെന്നോവർ. ശൈഖുനാ മടവൂരിന്റെ പ്രത്യേകമായ ഖിലാഫത്തിൽ സ്ഥാപിച്ച ജീലാനിയ സംഗമവുമാണ് ഇവിടെ. ഉപ്പാപ്പയുടെ ഉന്നതനായ അവിടുത്തെ മശായിഖന്മാരെ നോട്ടത്തിൽ നടക്കുന്ന ഈ സദസ്സ് അവിടുത്തെ ബഹുമാനപ്പെട്ടവരായ ഉപ്പ കോയമ്മത്തങ്ങൾ ഖദ്ദസുല്ലാഹു സിറ അവരെ ആണ്ടുവാണ്. അതുപോലെ നമ്മളെ മശായിഖന്മാരൊക്കെയും ശൈഖുനാ വടകര നൂറിന്റെ ഒക്കെ പ്രത്യേകമായ ആ ബന്ധവും നോട്ടവും പ്രത്യേകമുള്ള സദസ്സാണ് ഈ സദസ്സ്. ആ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പം, നമ്മൾ ഈ സദസ്സുമായി ബന്ധപ്പെടുമ്പം മറ്റേതോ ഒരു മൗലൂദിന്റെ സദസ്സോ വേറെ ഏതോ വയലിന്റെ സദസ്സോ വേറെ നമ്മളെന്തോ ദുനിയാവിന്റെ പേരിൽ കൂടിയതോ അല്ല. ഇവിടെ നമ്മളെ കൂട്ടിയവരുണ്ട്, നമ്മളെ കൂട്ടിയിരുത്തിയോലുണ്ട്. അതാണ് ശൈഖുൽ മശായിഖ് ശൈഖുനാ മടവൂർ സുൽത്താനുൽ ആരിഫീൻ ശൈഖുനാ വടകര നൂറ് ഖദ്ദസല്ലാഹു അസ്റാറഹും. നമ്മക്ക് അവരെ നോട്ടുണ്ടായാ മതി, വേറെ ഒരുത്തന്റെ നോട്ടത്തിന്റെ ആവശ്യമില്ല, വേറെ ഒരു മൊയ്ലാരെ സഹായത്തിന്റെയും ആവശ്യമില്ല. നിങ്ങൾ എന്തിനാ തങ്ങളെ കാര്യത്തിൽ ബേജാറാണ്? തങ്ങളെ നോക്കുന്നത് അവിടുത്തെ മശായിഖന്മാരാ. ഇന്നും ഈ പ്രായത്തിലും ഈ ഉണർവോടെ മഹാനവറുകൾ നടക്കുന്നുണ്ടെങ്കിൽ, അവിടുന്ന് ശാദുലിയ ഹൽഖക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ, അവിടുന്ന് ഇന്നും ആടിയും പാടിയും ഇത് നടത്തുന്നുണ്ടെങ്കിൽ അത് അവരെ ശൈഖിന്റെ കറാമത്താണ്. എന്താ അത്രയും ഉന്നതമായ അവസ്ഥയും സ്ഥാനവും പ്രായവും ഒക്കെ ഉണ്ടായിട്ടും അവര് ശക്തമായ ശൈലിയിൽ തന്നെ ഇന്നും ആർജവത്തോടെ അന്ന് എന്താണോ അവിടുന്ന് കൊടുത്തിത്തൊരുത്ത ആ വിളക്ക് അതങ്ങനെ ഭംഗിയായി അതിന്റെ വെളിച്ചം എല്ലാ സ്ഥലത്തും എത്തിക്കുകയാണ്. ഈ സമയത്തല്ലേ, ഈ കഴിഞ്ഞ ദിവസല്ലേ നമ്മളെ സാവിയയിൽ ഷാദുലിയ ഹൽഖ സ്ഥാപിച്ചു. അതുപോലെ മശായിഖന്മാരെ പ്രത്യേക നോട്ടത്തിൽ അവരെ ഹദറത്തിൽ അവിടെ ഷാദുലിയ ഹൽഖ പ്രത്യേകം സ്ഥാപിച്ചില്ലേ. ഈ സമയത്തും അവിടുന്ന് എന്താണോ അവിടുത്തെ മശായിഖന്മാരെ ഏൽപ്പിച്ച ജോലി അതിൽ പൂർണ്ണമായും ഈ പ്രായമുള്ള സമയത്തും ഇത്രയും ഇടങ്ങേറുള്ള ഈ സമയത്തൊക്കെയും അവരെത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് ആ ഹൽഖകൾ കൊണ്ട് നടക്കുന്നത്. നമ്മളെ കൊണ്ട് കഴിയോ? നമ്മളിപ്പോ ഒരു ദിവസം ആ ഭാഗത്തുനിന്ന് ഏതൊക്കെയോ സ്ഥലത്തുനിന്ന് ഇവിടെ യാത്ര ചെയ്ത് വന്നവരുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് ക്ഷീണിച്ച് കുഴങ്ങി, നമുക്ക് കഴിയണില്ല, ഇനി എല്ലാം കൂടി ഉറക്കമൊഴിച്ച് കുറച്ചു നേരം ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കയ്യും കാലും വേദന തുടങ്ങി. എത്ര റാത്തീബുകളാണ്, എത്ര രാത്രികളാണ് ഹയാത്താക്കി ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. ഒരു സാധാരണ നിലക്കുള്ള ശക്തിയും കുവ്വത്തുള്ളവര് നടക്കുന്ന കാര്യമാണോ? അത് തന്നെയല്ലേ അവിടുത്തെ കറാമത്തും മഹത്വവും. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങളെ കൈയാണത്. വടകര നൂറ് ഖദ്ദസുല്ലാഹു സിറ അവരെ കൈയാണത്. എന്തൊരാനന്ദം, സന്തോഷത്തില വടകര ഓറ് തങ്ങൾ പ്രത്യേകം വന്നൊക്കെ ഷാദിന് ചെല്ലുമ്പം നടുവിൽ നിന്ന് വന്നിട്ട് തങ്ങളൊരു വിരലിൽ നിന്നിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു റക്സ് ഉണ്ടാവും. ഇങ്ങനെ നടന്നിട്ട് തങ്ങൾ ചെല്ലുന്നൊരു ചെല്ലല് ഭയങ്കര ഭംഗിയാണ് കാണാൻ.
അതിങ്ങനെ കസാലയിൽ ഇരുന്നിട്ട് ഭയങ്കര ആസ്വദിച്ച് ഇങ്ങനെ വടകര ഓറ് സന്തോഷത്തിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും അത്ര സന്തോഷത്തോടു കൂടി അത് നോക്കി ഇങ്ങനെ ഇരിക്കും. അവിടുത്തെ അത്രത്തോളം സന്തോഷിപ്പിച്ച് എന്താണോ അവിടുത്തെ നിർദ്ദേശം അതനുസരിച്ച് നീങ്ങിപ്പോന്ന അവർക്കിനി വേറെ ഒരാളെ സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമല്ല, വേറെ ഒരുത്തന്റെയും ഒരു നിലക്കുള്ള അംഗീകാരത്തിന്റെയും ആവശ്യം തങ്ങളവർകൾക്കില്ല. ഏത് സമയത്ത് നിങ്ങൾ ഫസാദാകുന്നോ ഫസാദാകുന്ന സംഘങ്ങളിൽ നിന്ന് അവരെ മശായിഖന്മാര് കാത്തുകൊണ്ടിരിക്കും. ഷാദുലിയ ഹൽക്ക നിങ്ങൾക്കും ഒരു കാലത്ത് ആനന്ദമുള്ള കാലുണ്ടായിരുന്നു, അന്ന് നിങ്ങളുണ്ടായിരുന്നു ആ ഹൽക്കയിൽ. ഇന്ന് നിങ്ങൾക്ക് ഷാദുലിയ ഹൽക്ക തണുപ്പ് മാറ്റാനുള്ളതായി നിങ്ങൾ ഷാദുലിന്ന് പോയി, അല്ലാണ്ട് ഇത് മാറൂല. ഷാദുലിയ ഹൽക്ക നിങ്ങൾക്ക് വലിയ ഭംഗിയുള്ളതായപ്പോ നിങ്ങളുണ്ടായിരുന്നു, ഞമ്മളുണ്ടായിരുന്നു. അന്ന് നിങ്ങളെ മഹത്വം പറഞ്ഞോല ഞങ്ങള്, നിങ്ങളെ ആദരവ് പറഞ്ഞോല ഞങ്ങള്, നിങ്ങളെ ഉന്നതി പറഞ്ഞോല ഞങ്ങള്. അതേ നാവ് കൊണ്ട് ഇന്ന് ഞങ്ങൾ തിരിച്ചു പറയുന്നത് എന്താ, അന്നത്തെ ഷാദുലി എന്താ നിങ്ങൾക്ക് ഇന്ന് പറ്റാണ്ടായ, അന്നത്തെ റിഫായി റാത്തീബ് എന്താ ഇന്ന് നിങ്ങൾക്ക് കാലം കഴിഞ്ഞു പോയ, അന്നത്തെ ഖുതുബിയത്ത് എന്താ അന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റാണ്ടായത്, എല്ലാ വിളിയും തവസ്സുലായത് എന്താ ഇസ്തിഗാസ പറ്റാണ്ട് പോയേ. പറ്റാതായാൽ യവനാണോ മൻ ഫാറഖൽ ജമാഅ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ സംഘത്തിൽ നിന്ന് ഒരുത്തൻ വേറെയായാൽ ഓൻ വേറെ തന്നെ. ഓനെ മശായിഖന്മാരെ സംഘത്തിൽ ഓന് പിന്നെ നിൽക്കാൻ കഴിയൂല, ഒറ്റൊരുത്തന് കഴിയൂല. എന്താ വടകര ഓറ് തന്നെ സദസ്സിലേക്ക് വരിക, എന്താ ഷാദുലിയിൽ നിങ്ങൾക്ക് വെപ്രാളം, നിങ്ങളെന്താ തങ്ങളെ പറ്റി മനസ്സിലാക്കി വടകര നൂറാവുന്നവരുടെ ഉറൂസിലേക്ക് കടന്നു വന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ട അതേതോ ഒരു തങ്ങളാണ്, അത് വേറെ ഒരാളാണ് എന്ന് മനസ്സിലാക്കണ്ട. വടകര ഓറ് തന്നെയാണോ വന്നത്, വടകര ഓറ് തന്നെയാണ് നിങ്ങൾ ആട്ടിയത്. അത് മതി. നിങ്ങളെ നാശത്തിനും നെറികേടിനും നിങ്ങളെ അവസാനത്തിനും അവരെ നേരെ നിങ്ങൾ ചൂണ്ടി സംസാരിച്ച സംസാരം മതി. നിങ്ങളെ നാശത്തിന്റെ തുടക്കാണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും തങ്ങളെ കണ്ടാൽ നിങ്ങളെ കോലത്തിലുള്ള കോലോ നിങ്ങളെ നടപ്പോ നിങ്ങളെ നിലക്കുള്ള വലിയ കാര്യമൊന്നും കാഴ്ചയിൽ ഉണ്ടാകൂല. നിങ്ങൾക്ക് തോന്നും ഒരു തങ്ങളാണ്. ഇൻകിസാറും ഇഫ്തിഖാറും ദില്ലത്തും ഖിദ്മത്തും കൈമുതലയാക്കി മശായിഖന്മാരായ ഔലിയാക്കന്മാരെ പൊരുത്തം നേടി അവരെ മാർഗത്തിൽ നീങ്ങുമ്പം നിങ്ങൾക്ക് അതിന് വില ഉണ്ടാകൂല. കയറി വന്നത് ശൈഖുന വടകര നൂറായിരുന്നു എങ്കിൽ അവരെയാണ് നിങ്ങൾ ചോറയ്ക്കുന്നിടത്ത് നാട്ടിയത്. നിങ്ങൾ മനസ്സിലാക്കണ്ട, അത് വേറെ ഏതോ ഒരു തങ്ങളെ പറഞ്ഞയച്ച് വടകര ഞങ്ങളെ കൂടാണ് ഓറ് ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കണ്ട. ഏത് സെക്കൻഡിലാണോ നിങ്ങൾ അവിടുന്ന് പ്രത്യേകം തൃപ്തിപ്പെട്ട് അവിടുന്ന് ഏൽപ്പിച്ച് തീരുമാനിച്ചു കൊടുത്ത ഹദറത്തിനെ നിങ്ങൾ അടങ്ങേറാക്കിയത്, ആ സെക്കൻഡിൽ വടകര ഓറിടമായി ബന്ധപ്പെട്ട എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകൂല. ഇത് വെറുതെ പറയുന്ന വാക്കല്ല. കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ കലാം ഞാൻ എടുത്തു പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് നമ്മളോട് സംസാരിച്ച് സ്ഥിരപ്പെടുത്തി തരുന്ന വാക്ക്, ആ വാക്ക് എടുത്തു പറയുന്നു മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങളും ഷാദുലിയിൽ നിന്ന കാലം, നിങ്ങളും റിഫായി റാത്തീബിൽ കൂടിയ കാലം, നമ്മളെല്ലാരും ഷാദുലി ചൊല്ലിനല്ലോ. എത്ര സമയം, എന്തായാലും തുള്ളല്, എന്തായാലും ആടല്. അന്ന് നിങ്ങൾ തണുപ്പ് മാറ്റാനേ തുള്ളിന്, അന്ന് നിങ്ങൾ തണുപ്പെടുത്തിട്ടതിന് ഇവിടെ വന്ന് ഷാദുലി കൂടിന്. എത്ര സമയങ്ങളൊക്കെയും ഈ മടവൂര് കോട്ടയിൽ തങ്ങളുപ്പയെ കാണാനും ഈ ഷാദുലി കാണാനും ഇതിൽ കൂടാനും വന്നിരുന്ന് തണുപ്പ് മാറ്റാനായില്ല. അതാണ് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ വടകര ഓറ് അതിവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉപ്പ, തങ്ങളുപ്പാപ്പയുടെ ഉപ്പ ഷാദുലിയുടെ ഹൽക്ക ഇവിടെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ, മാഹിത്തങ്ങള് അതിവിടെ സ്ഥിരപ്പെടുത്തിയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, മൗലൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിറ അതുപോലത്തെ മഹാന്മാരത് സ്ഥിരപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ മുറിഞ്ഞു പോകൂല. ആ ഷാദുലിയോടും അതിന്റെ ഹൽക്കയോടും പുച്ഛമുള്ളവന്റെ കൂടെ ഈ നടന്നാൽ വാരും ഭാവിയിൽ നെന്നിലും അതേ സൂക്കേട് കേറി വരും. അതിപ്പോ ഏപ്പിന്റെ മോനായിട്ടൊന്നും കാര്യല്ല, എത്ര വലിയ പ്രമാണിന്റെ മോനായിട്ടും കാര്യല്ല. ഏത് വന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് സ്ഥാപിച്ചൊരു റാത്തീബിനോട് പുച്ഛം ഒരുത്തന്റെ മനസ്സിൽ വന്നാൽ
പുച്ഛം അതിന് മനസ്സിൽ വന്നാൽ ഓനെ വലിയ അംഗീകാരം കൊടുത്തുമാണ് കൊണ്ട് നടക്കണതെങ്കിൽ ഇതുപോലത്തെ ഇടങ്ങേറാ വരിക, ഇതുപോലത്തെ സുയിപ്പ വന്ന് കേറുക. എത്ര വലിയ ഹളറത്ത് നമുക്ക് കാണിച്ചു തന്നൊരു ഹളറത്തിൽ ഇത്രയും വലിയൊരു അദബുകേട് സംഭവിച്ചു പോയെങ്കിൽ അത് ഞാൻ അറിയില്ലായിരുന്നു, ഞമ്മക്കത് മനസ്സിലായില്ലായിരുന്നു. തങ്ങൾ പോവുകയും വരികയും നിങ്ങൾ പല ന്യായവും അതിന് പറയും, നിങ്ങൾ പല ന്യായവും പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അതിന്റെ ഹഖീഖത്തും ഹഖും അറിയുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്കെതിരെ തീരുമാനം വരുന്നുണ്ട്. ഇതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. മടവൂര് ശൈഖിന് സാക്ഷിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഓനെ ആദരിച്ചു കൊണ്ട് നടന്ന് ആ സംഘം തന്നെ മടവൂരിന് തന്നെ പിന്നെ എന്താ ജദ്ബാന്നാ പറഞ്ഞ്. ശൈഖുന മടവൂര് വലിയ കലാം അവിടുത്തെ മഹത്വം പറഞ്ഞപ്പം പറഞ്ഞതും എന്താണ് മൂപ്പര് ബോധമല്ലാതെ പറഞ്ഞതാന്ന് മടവൂര് ശൈഖിനെ പറ്റി പറഞ്ഞു. അതേ സമയത്ത് ഇയാളോട് പറഞ്ഞെങ്കിൽ ദർശർത്തിക്കുമെന്ന്, അത് ഭയങ്കര ബോധത്തില്, അത് ഭയങ്കര ബോധം. അതേ സമയത്ത് ശൈഖുന മടവൂര് പറഞ്ഞത് അന ഖുതുബുൽ ആലം അന മുദബ്ബിറുൽ ആലം, അതോ അത് ശൈഖുനാക്കാൻ നേരം ബോധക്കേടുള്ള നേരെ അല്ല, എനിക്ക് ബോധക്കേടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പറയാ അതും ബോധമില്ലാണ്ട് പറഞ്ഞ, അതും ബോധമില്ലാതെ പറഞ്ഞ, ആകെ ബോധമുള്ള നേരം ഇപ്പൊ ഏതാ? ഇവരെ പറ്റി എന്തോ നല്ലത് പറഞ്ഞിട്ടുണ്ടോ അന്നേരം ഭയങ്കര ബോധം ആയിട്ടാ ഒരു മടവൂരിനെ കൊണ്ട് ഞങ്ങൾ നടക്കണേ. ഞങ്ങളെ മടവൂര് അങ്ങനല്ല. ശൈഖുന മടവൂര് ഖദ്ദസല്ലാഹു സിർറ ഏറ്റവും തെളിഞ്ഞ ബുദ്ധിയുള്ളവരാണ് ശൈഖുന മടവൂര്. ഒരബോധാവസ്ഥയും ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ശൈഖുൽ മശായിഖ് ശൈഖുന മടവൂരിന്റെ ഹഖിൽ സംഭവിച്ചിട്ടില്ല. ലാ ജദ്ബ ഫിയ, എനിക്ക് ജദ്ബേ ഉണ്ടായിട്ടില്ല എന്ന് ശൈഖുന മടവൂര്. എനക്ക് പൂതി ഉണ്ടാകും ശൈഖുനാന്റെ ഉന്നതിയും മക്കാമും പറയുമ്പം പണ്ടും ഇബ്നു തൈമിയക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഓന്റെ കൂട്ടർക്ക് ഈ കാലത്തും അത് അംഗീകരിക്കാൻ കഴിയൂല. അന്നേരം അതിനെതിരെ വരിക. ഓനെ അംഗീകരിച്ചു ഉസ്താദായി ചെരുപ്പ് ഇട്ടെടുത്തുകൊണ്ട് നടന്ന് ഇപ്പൊ എന്തായി? ഷാദുൽ ഇമാമിനെ എതിർക്കേണ്ടി വന്ന്. മഹാനരായ റിഫായി ശൈഖിന്റെ ഖുതുബിയ്യത്ത് റാത്തീബിന്റെ കാലം കഴിഞ്ഞെന്ന് പറയേണ്ടി വന്ന്. ഷാദുലി ഹൽഖ വലിയ ആനന്ദത്തിൽ നടത്തിയിരുന്ന ഹൽഖയെ തണുപ്പ് മാറ്റണ എക്സസൈസ് പരിപാടിയാക്കി മാറ്റിപ്പൻ എടത്തി. എത്ര വലിയ അപകടം പിടിച്ച അവസ്ഥയിലേക്ക് അത് പോണത്. അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ മശായിഖന്മാര് പറയുന്നത് മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, യുക്തിവാദി, നിരീശ്വരവാദി ഈ എല്ലാ വിഭാഗത്തെക്കാൾ ഏറ്റവും നശിച്ച കൂട്ടർ ഇക്കാലത്ത് വരാണ് എന്ന് കാലഘട്ടത്തിൽ മശായിഖന്മാര് നമുക്ക് പറഞ്ഞു തരാൻ കാരണം അന്ന് ശൈഖുന മടവൂര് മുജാഹിദ് ജമാഅത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് കഠിന ഭാഷയാണ് ശൈഖുന മടവൂരിൻ്റെതെങ്കിൽ ഇന്ന് ഹയാത്തിലിരിക്കുന്ന മഹാന്മാരെ മുമ്പെന്ന് ഇവരെ പേരുകൾ പറഞ്ഞു നോക്കി. എന്താണ് അവരെ ഭാവമാറ്റം കൊണ്ട് വരുന്നത്? എന്താ അവരോടുള്ള വെറുപ്പ് നമുക്ക് കാണിച്ചു തരുന്നത്? ഇത് ദീനാണ്, കളിയല്ല. മശായിഖന്മാർ എന്ന് പറഞ്ഞാൽ ദീനിന്റെ അടിസ്ഥാനമാണ്. മശായിഖന്മാരില്ലാത്ത എന്ത് കിതാബടോ, മശായിഖന്മാരില്ലാത്ത എന്ത് ദീന്? എല്ലാ കിതാബിന്റെയും മേലെയാണ് ഹബീബരായ മുത്ത് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. അഹ്ലി കിതാബിനോടാ പറയുന്നത്, ഞങ്ങൾക്കറിയ കിതാബിൽ അങ്ങനെ ഉണ്ട്, ഞങ്ങൾക്കറിയ കിതാബിൽ ഇങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് കിതാബാണ് ഇറങ്ങിയ? ഏറ്റവും വലിയ കിതാബല്ലേ നിങ്ങളെ മുന്നിലുള്ളത്? ആര്? ഹാദാ റസൂലുള്ളാഹ്. അല്ലാഹു പറയാ ഇതിനെക്കാട്ടിലും വലിയ കിതാബ് ഏതാണ്? ആരെ പറ്റിയാ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു തീരുമാനം പറയുമ്പം അക്കാലത്ത് തൗറാത്തും ഇഞ്ചീലും മാത്രം പഠിച്ച് അതനുസരിച്ച് നടക്കുന്ന അഹ്ലി കിതാബ് പറയും നമ്മൾ പഠിച്ച കിതാബിൽ അതല്ലുള്ളത്. അതിന് അല്ലാഹു തിരിച്ചായിട്ട് പറഞ്ഞു കൊടുത്തതാ ഹാദാ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. മടവൂര് ശൈഖിനെക്കാട്ടിലും വലിയ കിതാബ് ഏതാ? വടകര ഓറക്കാട്ടിലും വലിയ കിതാബ് ഏതാ? നിങ്ങൾ ഈ ഓതി നടക്കണ കിതാബോ? അല്ലാഹ് സ്ഥിരപ്പെടുത്തിയതാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് വിഷയം അല്ലാഹ് പറഞ്ഞപ്പം അത് അംഗീകരിക്കാത്ത അഹ്ലി കിതാബിനോട് അല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ കിതാബാണ് റസൂല്. അതുപോലെ ഞമ്മക്ക് ഏറ്റവും വലിയ കിതാബാണ് തങ്ങൾ ഉപ്പാപ്പ. ഇതിനെക്കാട്ടും വലിയ കിതാബ് തങ്ങൾ കൊണ്ടുവരേ.
അവര് പറയുന്ന വാക്കുകളും അവര് നമ്മളോട് നിർദ്ദേശിച്ചും ഉപദേശിച്ചും തരുന്ന വാക്കും അത് അർത്ഥം വെക്കാൻ പറ്റിയൊരു മൊയ്ലിയാരുണ്ടെങ്കിൽ വരികള് ഓല് സംസാരിക്കട്ടെ, നമുക്ക് നോക്കാലോ. അതുപോലെ കാലഘട്ടത്തിലും മശായിഖന്മാരുണ്ട് ഇവിടെ. നിങ്ങളായി പഠിച്ചോലൊന്നും അല്ല, അവര് പ്രത്യേക ഇൽമുള്ളോലും അല്ല. നിങ്ങളെ കാഴ്ചയിൽ വലിയ ജാഹിലീങ്ങളായിരിക്കും. വടകര ഓറൊന്നും ഇപ്പൊ ഏതായാലും നിങ്ങൾ അത്രയൊന്നും കിതാബ് തിരിയണ ആളല്ലല്ലോ. ഓല് ദർസൊക്കെ നിർത്തിയോല. മടവൂര് ഷെയ്ഖൊക്കെ ദർസ് ഉപേക്ഷിച്ചോല. നിങ്ങൾ SYS ഇറക്കിയ മൗലൂദ് കിതാബിലുണ്ടല്ലോ. പിന്നെന്ത് ചെയ്തു? തറക്കത്ത് ദിരീസാൻ. പിന്നെ ദർസ് നിർത്തി, ദർസ് ഒഴിവാക്കി. മുഹയ്യദ്ദീൻ ഷെയ്ഖും അതുപോലെയുള്ള മഹാന്മാരൊക്കെ അത് നിർത്തി ഒഴിവാക്കി. ഞങ്ങളിത് നിർത്തുന്നില്ലല്ലോ. നിങ്ങൾ മരണം വരെ ഇത് നടത്തുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങൾ അത്രയും ഓതിയോല. ഞങ്ങള് ആയിക്കോട്ടെ, അങ്ങനെ ഓതി പഠിച്ച നിങ്ങൾ വരി. ഇത് നിർത്തിയ ആൾക്കാരെ മുന്നിലൊന്ന് ഇരിക്കി, എന്നിട്ടൊന്ന് നിങ്ങൾ സംസാരിക്കി, നാട്ടുകാരൊന്ന് കേക്കട്ടെ. ആര് പറയണത് ആൾക്കാർക്ക് തിരിയണത്? ഏതാണ് ഹക്ക്? ജനങ്ങൾക്ക് ബോധ്യപ്പെടല്ലോ അത്. അതുകൊണ്ട് ഷെയ്ഖുന വടകര ഓറ നേരെ, ഷെയ്ഖുന മടവൂരിന്റെ നേരെ കൈ ചൂണ്ടി വരണ്ട. അവരെ നിന്ദിച്ച മൊയ്ലിയാമാരെ കൂടെ മക്കളെ കൂടിക്കുടുങ്ങണ്ട. ഇത് പറയുന്നത് വടകര ഓറ അഹ്ലും അതേപോലെ തന്നെ മടവൂര് ഷെയ്ഖുനാനെ അങ്ങേയറ്റം സ്നേഹിച്ചു പോകുന്ന ആളുകളും ഒക്കെ ആയ കുടുംബക്കാരോടും ബന്ധക്കാരോടും ഒക്കെ തന്നെ പറയണേ. നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ വടകര ഓറയും മടവൂര് ഷെയ്ഖുനെയും ഒക്കെ അംഗീകരിക്കണമല്ല. പക്ഷേ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ചില കൂട്ടരുണ്ട്. അവര് വലിയ ആലിമീങ്ങളും വലിയ തികഞ്ഞോലുമാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അവരെ ഉള്ളിൽ ഈ സംഭവങ്ങളോടൊക്കെയും പുച്ഛമാണ്. അതുകൊണ്ടാണ് മശായിഖന്മാർ അവർക്ക് എതിരാകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം, നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ശാദുലിയ ഹൽഖകൾ തണുപ്പ് മാറാൻ ചെല്ലണോലല്ല, നമ്മളെ കൽബിന് ഹയാത്ത് കിട്ടാനാണത്. നമ്മളെ ശരീരം, അത് മനസ്സും ശരീരവും ശുദ്ധിയാകാനാണ് നമ്മൾ ഹൽഖ നടത്തുന്നതും നമ്മളെ ശാദുലിയ റാത്തീബ് നമ്മൾ ചെല്ലണതും. എല്ലാ മാസവും പല സ്ഥലങ്ങളിലും ശാദുലിയ ഹൽഖകൾ നടക്കുന്നു. അതിലൊക്കെയും നമ്മൾ സജീവമായി കൂടണം. ഇനി മശായിഖന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബന്ധത്തിൽ പോണത് കൊണ്ട് തങ്ങൾക്കിനിപ്പം ഷാദുലിന്റെ ഹൽഖകൾ മുടക്കുന്ന അറിയില്ല. അത് നിങ്ങൾ തുടങ്ങി കൊടുത്താണെങ്കിലല്ല. ഇപ്പൊ ഇത് നിങ്ങൾ തുടങ്ങിയാണെങ്കിലല്ല നിങ്ങൾ മുടക്കല്. വടകര ഓറ് തുടങ്ങിക്കൊടുത്ത ഷാദുൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മുടക്കാൻ കഴിയുക? തുടങ്ങിക്കൊടുത്ത് നിങ്ങളാണെങ്കിലല്ലേ. നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണോ തങ്ങൾ വടകര ഓറ് എടുത്തു പോയത്? നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണോ മടവൂർ ഷെയ്ഖിന്റെ അടുത്ത് പോയത്? നിങ്ങളതിനെയോ വഴികാട്ടികൾ അല്ല. നിങ്ങൾക്ക് വരെ മാരിഫത്ത് വേണമെന്നും ഹക്ക് വേണമെന്നും നിങ്ങൾ വന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് വടകരോറ് കാട്ടിത്തന്നതാണ് ഈ ദാത്തു ഷരീഫ്. മറന്നു പോകണ്ട. നിങ്ങൾ വന്നപ്പോ നിങ്ങളോടെന്താ വടകരോറ് പറഞ്ഞ് മാരിഫത്ത് വേണം, നന്നാക്കി തരണം എന്ന് പറഞ്ഞപ്പം തങ്ങളെ കൊണ്ടുപോയിട്ട് ഷാദുലി തുടങ്ങിക്കോളേ. പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക. മൂപ്പർക്ക് അത്ര വിവരമില്ല. നമ്മക്ക് ഷാദുലിയൊക്കെ ചെല്ലാം ഫുള്ള് മൊയ്ലിയമാരും ആലിമീങ്ങളും ഉള്ളത്. ആലിമീങ്ങളടുത്ത് ഇങ്ങനത്തെ ഒരാൾ വന്ന് ഷാദുലി ആലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അത് മതിയാവൂല നിങ്ങൾക്ക് തോന്നി. ഇപ്പൊ എന്തായി? മോനത വയലറിയണ എന്ത്? ഷാദുലി തണുപ്പ് മാറ്റാനുള്ളതാണ്, ഷാദുലിന്റെ ഹൽക്കന്റെ ആവശ്യമില്ല. ഇതന്നെ അങ്ങോട്ട് പഠിപ്പിക്കുക. വേറൊരുത്തൻ ഷെയ്ഖുന മടവൂരിന്റെ അടുത്ത് പോയിട്ട് ഖാദിരിയ ത്വരീഖത്ത് ചോദിക്കുമ്പം ഇന്ന ആളിൽ നിന്ന് സ്വീകരിച്ചോളി എന്ന് മടവൂര് പറയാ. അപ്പൊ ഇയാളാട്ട് പറഞ്ഞു കൊടുക്കുക മൂപ്പർക്ക് താടിയില്ല. ആർക്ക്? ഇത് ഷെയ്ഖുനാക്ക് അറിയില്ലേ ഇയാൾക്ക് താടിയില്ല. ഇപ്പം ത്വരീഖത്ത് ചോദിക്കുക ആരോട്? ഷെയ്ഖുന മടവൂരിനോട് ചോദിക്കുക, എനിക്ക് ത്വരീഖത്തിന്റെ ഇത് വേണം, ഖാദിരിയ ത്വരീഖത്ത് ഇജാസത്ത് വേണം. അത് ഇന്ന ആളടുത്ത് പോയി വായിക്കുമെന്ന് ഷെയ്ഖുന. അപ്പൊ മൂപ്പർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, മടവൂർ ഷെയ്ഖുനാക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അയാൾക്ക് താടിയില്ല, അതുകൊണ്ട് താടിയുള്ള ആളമാണെന്ന്. ഈ പറയുന്നതിന് മുമ്പ് ഷെയ്ഖുന മടവൂരിന് അറിയില്ലേ ഓൽക്ക് താടിയില്ല? മടവൂര് ഷെയ്ഖ് അദബ് അറിയില്ല. കിതാബിൽ പഠിച്ച അദബ് പോരാ ഇതിന്. മശായിഖന്മാരോട് വർത്താനം പറയണമെങ്കിലും അവരെ കൂടെ നടക്കണമെങ്കിലും അവരെ കൂടെ നടന്നു വേണം അദബ് പഠിക്കാൻ. തഅല്ലമുൽ യഖീൻ ബിമുസാഹബത്തി അഹ്ലിൽ യഖീൻ. യഖീനിന്റെ അഹ്ലുകാരായിട്ടുള്ള മുസാഹബത്ത് എന്ന് വേണം അത് പഠിച്ചെടുക്കാൻ. യഖീൻ വേണ്ടേ? അതല്ല നിങ്ങളോട് ചോദിച്ചത് സിദ്ഖുണ്ടോ? ഒരു സാധനവും ഇല്ല. നിയ്യത്ത് വേണം, നിയ്യത്തിൽ ഇഖ്ലാസ് വേണം, ഇഖ്ലാസുൽ സിദ്ഖ് വേണം, സിദ്ഖുൽ യഖീൻ വേണം, യഖീനിൽ തുമഅനീനത്ത് വേണം. ഇത് തുടർന്ന് ഇങ്ങനെ അറ്റല്ലാണ്ടായിട്ട് പോകും. ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ആകെ ഒരു നിയ്യത്ത് വേണമെന്നാ പഠിച്ചേ.
നിസ്കരിക്കുന്ന നേരത്ത് നിയ്യത്ത് വേണം. നിയ്യത്തിൽ എന്താ വേണ്ടി പഠിച്ചിട്ടില്ല. നിയ്യത്ത് നിയ്യത്താകണോ, ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഇഖ്ലാസ് ആകണോ, യഖീൻ വേണം. യഖീന് യഖീനാകണോ, സിദ്ഖ് വേണം. സിദ്ഖ് സിദ്ഖാകണോ, സിദ്ഖിൽ തുമഅനീനത്ത് വേണം. ഇതുള്ളോനെ നിയ്യത്തുണ്ടാകും. ശരിക്കും നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ വലിയമാര് വന്ന് നോക്കിയാൽ നിയ്യത്ത് തന്നെ ചെയ്യാൻ പഠിച്ചിട്ടില്ല. നല്ല വലിയ പഠിപ്പുമായിട്ട് നടക്കണേ. നിയ്യത്തൊക്കെ എന്നെങ്കിലും പഠിക്കും. ഇൽമു പഠിക്കണമെങ്കിൽ ആദ്യം വേണം നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അങ്ങനെ ഓതി കൊടുത്തിട്ട് കാര്യമില്ല. നിയ്യത്ത് വെക്കാനും ഇതൊക്കെ നമ്മൾ പഠിച്ച് മശായിഖന്മാരോടുള്ള തുടർവ് നന്നാക്കി നമ്മൾ നീങ്ങുക. നമുക്ക് വടകരോറ് കാണിച്ചു തന്ന ആ പ്രത്യേകമായ ഹളറത്താണിത്. നമ്മളതിൽ ഇതിപ്പോ ഒന്നും നിലയുള്ളതൊന്നല്ല. എൻ്റെ ഉപ്പ ഈ സദസ്സിലുണ്ട്, മുന്നോട്ട് ഇരുന്നോട്ട് അതേ കൂടി പറയണല്ലോ. വടകര മടവൂര് ശൈഖുന കതക് അടച്ച സമയം എൻ്റെ രണ്ടാമത്തെ പെങ്ങള് അന്ന് ഉമ്മക്ക് വയറ്റില്ല. ആ സമയത്ത് മടവൂര് ഷെയ്ഖ് കതകടച്ച കാല ചില സമയത്ത് വാതിലടയ്ക്കും. ഷെയ്ഖുന വാതിലടയ്ക്കും, പിന്നെ തുറക്കൂല. ആ കാലത്ത് ഷെയ്ഖുന ഹയാത്തിലുള്ള കാലം വാതിലടച്ച സമയമാണ്. മടവൂരിൽ പോയിട്ട് വിവരം പറയാൻ കഴിയില്ല. അന്ന് വാപ്പ വന്നത് ആരെ ഹളറത്തിലാ? മഹാനരായ തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിൽ. മടവൂരിൽ വാതിൽ അടച്ചതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി പറയാൻ പറ്റൂല. ഈ സമയം ഭാര്യ ഗർഭിണിയാണ്, പ്രസവിക്കാനായിട്ടുണ്ട്, പ്രയാസമുണ്ട് എന്നുള്ള നിലക്ക് മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിൽ ഉപ്പ വന്ന് അന്ന് മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിൽ വന്ന് പറയാ. ആ സമയത്ത് തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്. വാപ്പനോട് പറഞ്ഞ്, വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ പ്രസവം നടക്കും, ഒരു വിഷമം ഉണ്ടാകൂല. ശൈഖുന മടവൂര് പറയുന്ന വാക്ക് പോലെ അവിടുന്ന് ഒരു വാക്ക് അങ്ങോട്ട് പറയാ. അല്ലാണ്ട് അള്ളാഹ് നടത്തി തരട്ടെ എന്ന് ദ്വാരക്കല്ല. ഇവൻ പറയണേ മടവൂര് അങ്ങനെ പറഞ്ഞാൽ രോഗം വേണ്ടാന്ന് മടവൂര് പറഞ്ഞാൽ അതിന് ഇവൻ അർത്ഥം വെക്കുക. മറ്റേ അള്ളാന്റെ റസൂലിന് നേലുണ്ട് എന്ന് പറഞ്ഞ മൗലിയാര് മുനാഫിഖ് ഓനർത്ഥം വെക്കുകയാണ്. എന്ത്? ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദമിൽ വന്ന ആളാണ് ശൈഖുന മടവൂര്. മടവൂരിന്റെ വാക്കിന് അർത്ഥം വെക്കാൻ ഇയ്യാരാണ്? ശൈഖുന മടവൂര് എവിടെ കിടക്കണം? മടവൂര് ശൈഖുന പറയാണ്, ആ രോഗം വേണ്ട. അർത്ഥം വെക്ക, രോഗം വേണ്ട എന്ന് മടവൂര് പറഞ്ഞാൽ അതിനൊരു അർത്ഥം വേറെ ഉണ്ട്. എന്താ അറിയോ? വേണ്ടെന്നാണ് എന്റെ ഇഷ്ടം, അതുകൊണ്ട് പടച്ചോനെ ഈ സൂക്കേട് മാറ്റി കൊടുക്കണേന്ന് മടവൂര് ദ്വാരക്കാണത്. അള്ളാന്റെ ഔലിയാക്കൾക്ക് അള്ള കൊടുത്ത മഖാമ് സമ്മതിച്ചു കൊടുക്കാൻ നിഫാഖുള്ളിലുള്ളപ്പം കഴിയണില്ല. അതുകൊണ്ട് അർത്ഥം വെച്ചു കൊടുക്കാണ്. ശൈഖുന മടവൂര് അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് തന്നെ. അതാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഇതൊക്കെ പഠിക്കുക. റാദിയതൻ മർദിയ, അല്ലാഹുവിന് എന്താണോ പൊരുത്തം അതിൽ തന്നെ അവർ ജോലിയാകുമ്പോൾ പിന്നുണ്ടാകുന്ന അവസ്ഥയാണ് മർദിയത്ത്. എന്താണോ അവിടുത്തെ തീരുമാനം അത് തന്നെ എന്റെ തീരുമാനം എന്ന് അല്ലാഹി തീരൽ. അതാണ് റാദിയത്ത്, മർദിയത്ത്. അതല്ലേ ഖിദർ അലൈഹിസ്സലാം സയ്യിദുൽ ഖൗം വലിയ ഇബ്നു മൽകാൻ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിൽ ഖിദർ പറഞ്ഞു കണ്ടില്ലേ? ഫഅറദ്നാ, നമ്മൾ തീരുമാനിച്ചു, അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ, അല്ലാഹുവൽക്ക് പകരം കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അള്ളാഹ് കൊടുക്കണമെന്ന് ആര് തീരുമാനിച്ചെന്നാ? ഖിദർ അലൈഹിസ്സലാം തീരുമാനിച്ചു. നമ്മൾ തീരുമാനിച്ചു എന്ന് ഖിദറാ പറയണത്. അത് അള്ളാന്റെ കലാമു സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ്. ഫഅറദ്നാ, നമ്മൾ തീരുമാനിച്ചു, അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ, ഓല റബ്ബ് ഓൽക്ക് കൊടുക്കാൻ എന്ത് അതിനെക്കാട്ടി നല്ല മക്കളെ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. കണ്ട ബല തീരുമാനിക്കുന്നത് തന്നെ ശൈഖുന മടവൂര് തീരുമാനിച്ചു. തങ്ങളോട് വന്ന് പറഞ്ഞപ്പം അങ്ങനെ തന്നെ വേണ്ട. 35 കൊല്ലം മുമ്പുള്ള സംഭവ. 35 കൊല്ലം മുമ്പ് അന്ന് വന്നപ്പം അന്ന് പറഞ്ഞ ആ വാക്കാണത്. ആ പങ്ങക്ക് പിന്നെ വാപ്പ പേരിട്ടത് സലീമത്ത് എന്നാണ്. കാരണം എന്തായാലും പ്രയാസം തന്നെ.
ആ പ്രസവത്തിന് വലിയ ബുദ്ധിമുട്ട് തന്നെ, കഴിച്ചിലാകൂല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായ സംഭവത്തിൽ നിന്ന് ഒരു പ്രയാസവും ഇല്ലാതെ വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ സുഖത്തിൽ പ്രസവിക്കുമെന്ന് ഇവിടുന്ന് പറഞ്ഞ വാക്ക് അതുപോലായിട്ട് സംഭവിച്ചപ്പം എല്ലാ ബലാകുന്നും സൂയിപ്പുന്നും രക്ഷപ്പെട്ട കുട്ടിന്നാണ് അന്ന് വാപ്പ കുഞ്ഞിന് പേരിട്ട് ഇന്റെ പങ്ങൾക്ക്. ഞങ്ങളെ ബന്ധപ്പം പുതിയ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്തോ ബന്ധാകുകയാണെന്നൊന്നും മനസ്സിലാക്കി എന്തോ ബെരുത്തെടുത്തൊന്നും പെരക്കടണ്ട, ഓരോന്നിനും ഓരോ സമയം ഉണ്ടാവും, ആ സമയത്താണ് നാട്ട് വരല്. ഇത് യഹ്യൽ ബുഖാരി തങ്ങളെ പ്രത്യേകമായിട്ടുള്ള മുന്നേറ്റവും അവരെ പുറത്തോട്ടുള്ള വരവും അവരെ പ്രത്യേക ഇറക്കവും തന്നെ ശൈഖുന വടകര ഓരോ നോട്ടത്തിൽ, ശൈഖുൽ മശായിഖ് ശൈഖുനാന്റെ നോട്ടത്തിൽ കാലഘട്ടത്തിലെ മശായിഖന്മാര് ഒരുങ്ങി ഇറങ്ങിയത് തന്നെയാണത്. നിങ്ങളല്ലേ ശംസുൽ ഉലമനെ ഇവിടെ മണ്ണിട്ട് മൂടി, അതിനെക്കാട്ടിലും വലിയ ആൾക്കാർ നിങ്ങളാകാൻ വേണ്ടി മെനക്കെട്ട് വന്ന് ഈക്കനെ ഒന്നും അല്ലാണ്ടാട്ടാക്കി. പിന്നെ ഈക്ക ഒന്നിനും പറ്റാത്ത ആള്, പേച്ച ആള്, സുന്നി ഇല്ലാത്ത ആള്, എല്ലാ നിലക്കും ഇൽമില്ലാത്തവനും എന്തെല്ലാം ആക്കിയിട്ട് ഈക്കനെ എല്ലാ നിലക്കും ഇവിടുന്ന് മണ്ണിട്ട് മൂടാന്ന് വിചാരിച്ച്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം കണ്ടോ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പ്രത്യേകമായ നോട്ടത്തിൽ ആരാണ് ശംസുൽ ഉലമായി? മടവൂര് ശൈഖിന്റെ ഹദറത്തിൽ സിയാറത്തിന് പോയപ്പം സിയാറത്തിന് ഫാത്തിഹ ഒക്കെ ഓതി ആർക്കാൻ പോകുന്നതിന്റെ മുന്നുണ്ട് യഹ്യൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പ ഹദറത്തുനിന്ന് ഇലാ ഹദറത്തി ശംസുൽ ഉലമാ അൽ ഫാത്തിഹ, അടുത്തൊരു ഫാത്തിഹ വിളിക്കുന്നു മടവൂര് ശൈഖിന്റെ ഹദറത്തിൽ മഖാമിന്റെ മുന്നിൽ. ഞാൻ എത്രയോ കാലത്തിന് ശേഷം തങ്ങളെ കൂടെ സിയാറത്തിന് പോയതാ. ശംസുൽ ഉലമാനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അവിടുത്തെ ബന്ധം ഇന്നലെ ഇവിടുന്ന് സംസാരിച്ച തങ്ങള് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. ശംസുൽ ഉലമ തങ്ങള് വരുന്നെന്ന് കണ്ടപ്പം പ്രത്യേകമായി കാത്തു നിന്നു എന്നാണ്. വലിയ വസ്ത്രവും നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടോ പോകാൻ ഒരുങ്ങിയ ആളെ പോലെ ശംസുൽ ഉലമ പുറത്ത് വന്നിട്ട് ഒരു തങ്ങളെ കാത്തു നിൽക്കണമെങ്കിൽ തങ്ങളെ കാണാത്ത ആളൊന്നും അല്ല ശംസുൽ ഉലമ. മൊയ്ലിയാരെ കാണാത്ത ഔലിയാക്കന്മാരെ കാണാത്ത ആളൊന്നുമല്ല ശംസുൽ ഉലമ. ഏത് വലിയ പ്രമാണി വന്നാലും മൂപ്പര അവസ്ഥയിൽ തന്നെ ഉണ്ടാകൂ. പക്ഷേ അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച ആളാണോ അവിടെ ശംസുൽ ഉലമയേക്കാൾ എളിമയുള്ള താഴ്മയുള്ള ഒരു ആളെ വേറെ കാണാനും കഴിയില്ല. അതല്ലേ മശായിഖന്മാര് നമുക്ക് പറഞ്ഞു തന്ന്. അത്രയും ഉന്നതിയിൽ ഇന്ന് മഹാനരായ ഇ.കെ. ഉസ്താദ്, അതിന്റെ ഒരു രോമത്തിന് നിങ്ങൾ 1000 മുഷാവറ കൂടിയാലും ആകൂല. അത്രയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ഉയർത്തിയ നാമമാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. അതിനെതിരെ ആ പേര് പറഞ്ഞിട്ട് ഒരു കൂട്ടര് വേറെ ഇറങ്ങിയിട്ടുണ്ട്. ശംസുൽ ഉലമന്റെ ആൾക്കാരാന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാക്കാൻ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ മാസം കൊണ്ട് ഹസനി ഉസ്താദ് ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിനെയും നേരാക്കന്നെയും. ഹസനി ഉസ്താദ് സ്വന്തം മൂപ്പരെന്തോ വയത് പറയല്ല, മശായിഖന്മാര് പ്രത്യേകം നിർദ്ദേശിച്ച് അത് പ്രത്യേകമായ നോട്ടത്തിൽ തന്നെയുള്ള വയലാ. നമ്മൾ ഉസ്താദുമാര് പറയുന്ന വയത് അത് നിങ്ങളിപ്പത് മുടക്കിയിട്ടും പല ഫിത്തന ഉണ്ടാക്കിയിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഏതായാലും ഞാൻ ആകെ ഒരു 2 വാക്കെന്തോ സംസാരിക്കാന്ന് വിചാരിച്ച തങ്ങൾ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് അറിയില്ല. ഞാൻ അങ്ങനായിട്ട് വയതും വർത്താനും ഇതുപോണൊന്നും പറഞ്ഞ് പരിചയമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മള്. പക്ഷേ ഓരോന്നോര് പറയിപ്പിക്കുമ്പോട്ട് പറയന്നെ. എന്തെന്നായാലും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മശായിഖന്മാരെ തീരുമാനം അതിൽ മാറ്റം ഇല്ല. അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചോളി. ഈ ആളുകളെ അംഗീകാരവും നിങ്ങളെ ദർസും നിങ്ങളെ സ്ഥാപനവും പണവും ഇതൊന്നും മരണം വരെ ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളി. തങ്ങളെ ഇടങ്ങേറാക്കി നാട്ടുകാരെ അംഗീകാരവും പണവും ഒന്നും ഉണ്ടായിട്ട് മക്കളെ രക്ഷപ്പെടാൻ കഴിയൂല. സ്വാലിഹീങ്ങളെ പൊരുത്തല്ലാതെ. മടവൂര് ശൈഖുന വന്നപ്പം ആരാ മടവൂരിനെ എതിർത്തവും കളിയാക്കിയതും? അക്കാലത്തെ മൊയ്ലിയാമാര്. ആരാ ശൈഖുന മടവൂരിനെ സ്ഥിരപ്പെടുത്തിയത്? ആ മൊയ്ലിയാമാരിൽ നിന്ന് തന്നെ നിങ്ങളെ എല്ലാത്തിന്റെയും ആട്ടി അളക്കണ മൊയ്ലിയാര് മഹാനരായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറ. മൂപ്പര് ആലിമന്റെ അങ്ങളും ആലിമ. ഒരു കൂട്ടം ആലിമീങ്ങൾ മടവൂര് നിസ്കരിക്കൂല, പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കുന്ന ആളാണ്, നോമ്പോൽക്കൂല എന്നും പറഞ്ഞ് നടക്കുമ്പം അതേ മൊയ്ലിയാമാരുടെ ഇടയിൽ നിന്നാണെന്ന് ശംസുൽ ഉലമ പറഞ്ഞത്. മടവൂര് വലിയല്ലെങ്കിൽ പിന്നെ ആരടാ വലിയേ? മടവൂരിനെ ബന്ധപ്പെട്ട ഒരു പൂച്ച, മടവൂര് ശൈഖിന്റെ അടുക്കൽ നടക്കുന്ന ഒരു പൂച്ച, ആ പൂച്ചനെ ഇടങ്ങേറാക്കിയാൽ വരെ അവസാനം കെട്ടി ചത്തുപോകുന്ന ശംസുൽ ഉലമ പറഞ്ഞ്. ചില്ലള ആളല്ല ശംസുൽ ഉലമ. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർ സ്ഥിരപ്പെടുത്തി ശൈഖുനാ മടവൂരിനെ.
അതുപോലെ ഓരോ മശായിഖന്മാരെയും ഭാഗം വടകര ഓറ് വന്നപ്പോ നിങ്ങളെന്താന്ന് പറഞ്ഞു. ഇനി അന്നത്തെ കാലത്ത് വലിയമാര് മൂപ്പര് ഹിന്ദുക്കളെ പോലെയല്ല കുത്തിരിക്കുക, കാഫിറിന്റെ ചായ കുടിക്കുക, ഓല വീട്ടിലുണ്ടാകുക, ആണും പെണ്ണും ഒക്കെ വരും, വടകര ഓറത്തോടും ഇയാള് പേച്ചാളാണ്. അല്ലാഹു സ്ഥിരപ്പെടുത്തി മടവൂര് ശൈഖിനെയും വടകര നൂറിനെയും ഒക്കെ ശംസുൽ ഉലമ ശക്തമായ ഭാഷയിൽ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഓല അള്ളാഹ് സ്ഥിരപ്പെടുത്തിയപ്പം പിന്നെ നടക്കൂല, നിങ്ങളും ഒക്കെ അംഗീകരിച്ചതല്ല ഉണ്ടായത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ഭാഗം പോകാൻ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഇഖ്വാനീങ്ങളെ, തങ്ങളുമായി ബന്ധപ്പെട്ടവരും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ സാവിയായിട്ടും അല്ലാതെയും ഒക്കെ ഇവിടെ എത്തിയ മുഴുവൻ ആളുകളോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, ഇവരെ ഒന്നും ഫിത്നയിൽ നമ്മൾ കുടുങ്ങണ്ട. നമ്മള് പൂർണ്ണമായും വഴിപ്പെട്ട് അടിമപ്പെട്ട് ആ മഹബത്തിൽ നമ്മൾ നിന്ന് നീങ്ങണം. പല പ്രയാസം ഉണ്ടാവും, പല ബുദ്ധിമുട്ടുണ്ടാവും, പല പ്രതിസന്ധി ഉണ്ടാവും. അതൊന്നും സാരല്ല. നമുക്ക് ഏറ്റവും ആവശ്യം ഇവരെ കൈയാണ്. അള്ളാഹു നമുക്കത് നിലനിർത്തി തരട്ടെ. ഒരു സൂഉൽ അദബും വരാതെ, ഒരു മര്യാദ കേടും വരാതെ, ഒരു വേണ്ടാത്ത നിലക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരനക്കവും വാക്കും വരാതെ അള്ളാഹു നമ്മളെ അതിൽ അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. നമുക്കാരോടും വ്യക്തിപരമായി ഒരു മൂല്യാരോടും ഒരു ആലിമിനോടും ഒരു സംഘടനയോടും ഒരു സംഘത്തിനോടും നമുക്കൊരു വെറുപ്പില്ല. പക്ഷെ അള്ളാഹുന്റെ ഔലിയാക്കന്മാരങ്ങളെ കുറവാക്കുമ്പം, സ്വാലിഹീങ്ങളെ നിന്ദിക്കുമ്പം, ദീനിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹിക്ക് നേലുണ്ട് എന്ന് പറയുമ്പം, അള്ളാഹിന്റെ റസൂല് കൊയഞ്ഞിറക്കണ വാപ്പനെ പോലാണ് എന്ന് പറയുമ്പം എന്റെ വാപ്പനെ പറയാണ്ടിക്കൂല. ഇത് അള്ളാഹിന്റെ റസൂലിന്റെ ഭാഗമാണ്, ഇത് ദീനാണ്. ശൈഖുന മടവൂരിന്റെ ഭാഗമാണ്, ഇത് ദീനാണ്. ദീനിന്റെ കാര്യത്തിൽ ഒരുത്തനോടും ഒരു വിട്ടുവീഴ്ചയില്ല. അതിന് മറ്റേ മൊയ്ലിയാരോട് മറുപടി അറിയണ്ടെന്ന് അറിയുന്നത് തസവൂഫല്ല. അയാളെ തസവൂഫ് നിങ്ങൾക്ക് പറ്റായിട്ട് നിങ്ങൾ പുറത്താക്കി അതിനല്ലോ. ഇപ്പൊ അയാളെ തസവൂഫ് ഭയങ്കര തസവൂഫായിനല്ലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ടായിട്ട് ഇതൊന്നും ആയിട്ട് നടക്കണ്ട, അതൊന്നും ഇങ്ങോട്ട് ഉന്തണ്ട. എന്തായാലും അല്ലാഹുവിന്റെ മശായിഖന്മാരെ നോട്ടത്തിൽ കാവലിൽ മടവൂര് കോട്ട, ശൈഖുന മടവൂർ, അതിന് മടവൂര് കോട്ട എന്ന് സ്വന്തം പേരിലേക്ക് ചേർത്തി പേരിട്ടിട്ടുണ്ടോ, അത് ഖിയാമത്ത് നാൾ വരെ മടവൂര് കോട്ടയായി നിലനിൽക്കും. അതിനെ മൊയ്ലിയാരെ കോട്ടയാക്കാൻ ഒരുത്തൻ നോക്കിയാൽ ഓന് പണിയും നോക്കി ഓൻ അവിടുന്ന് മടവൂര് ശൈഖിനെ എടുത്ത് പുറത്താക്കും. അത്രേ ഉള്ളൂ. ഇത് മടവൂര് കോട്ടായിട്ട് തന്നെ ഖിയാമം വരെ നിലനിൽക്കും. അതിന് പറ്റിയ മക്കളുണ്ട് ഇവിടെ, അതിന് പറ്റിയ ഇഖ്വാനീങ്ങളുണ്ട് ഇവിടെ, അതിന് പറ്റിയ തലമുറ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഇവിടെ നിലനിർത്തട്ടെ. സ്വാലിഹീങ്ങളെ കാവലിൽ ഇവിടുത്തെ ഹൽഖയും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന നല്ല ഒരു സംഘവും നല്ല മക്കളെയും അല്ലാഹു പ്രത്യേകം ഈ മടവൂർ കോട്ടയിൽ നമ്മളെല്ലാരെയും പ്രത്യേകം കബൂൽ ചെയ്ത് അതിന്റെ ആളുകളായി അല്ലാഹു കൂട്ടട്ടെ. മടവൂര് കോട്ടയും മടവൂര് കൂട്ടിൽ നിന്നും അള്ളാഹു നമ്മളെ ആട്ടാതിരിക്കട്ടെ, വേറെയാക്കാതിരിക്കട്ടെ. മശായിഖന്മാരെ നോട്ടത്തിലും കാവലിലും അള്ളാഹു നമ്മളെ ഈ സദസ്സും ഇതിലേക്ക് സഹായിച്ചോലും കൂടിയോലും ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിലും രാവും പകലും അധ്വാനിച്ച ഒരുപാട് കുട്ടികളുണ്ട്, ആളുകളുണ്ട്. എല്ലാവർക്കും അതിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകട്ടെ, നോട്ടുണ്ടാകട്ടെ. നമുക്ക് ഔസുല്ലാമിന്റെ 2 വരി ബൈത്ത് ചൊല്ലി തങ്ങളെ നമുക്ക് ഷാദുലിന്റെ 2 വരി തങ്ങളെ കൂടെ നമുക്ക് ബറക്കത്തിന് ഇവിടുത്തെ മക്കളെയും കൂടെ നമുക്ക് ചൊല്ലി ഒന്ന് നിന്ന് നമുക്ക് ദ്വാരന്ന് പിരിയ. എല്ലാവരും ഒന്ന് എഴുതേറ്റ് നിന്നോളി. മുറാദീ فقلت لخمرتي نحوي تعالي. എല്ലാ ഇംഗ്ലീഷ് മാസവും 1-ാം തീയതി എന്നാണ് ഷാദുലി. എല്ലാ ഇംഗ്ലീഷ് മാസവും 1-ാം തീയതി എന്നാണ് ഷാദുലി. അപ്പൊ നമുക്ക് അന്ന് വേറെ വലിയ പ്രയാസവും സുയിപ്പും ഇല്ലെങ്കിൽ എല്ലാവരും ഷാദുലി ഹൽഖയിൽ പങ്കെടുക്കണം. ഇവിടെ നടക്കുന്ന ഷാദുലി അതിന് വേറെ പെരുമുണ്ട്. ഇവിടെ നടക്കുന്ന ഷാദുലിക്ക് വേറെ തന്നെ മഹത്വമുണ്ട്. കാരണം ഷാദുലി തങ്ങൾ മടവൂര് കോട്ടയിൽ നടത്തുന്ന ഷാദുലിയാണ്. അതാരാ? വടകര നൂറും മുഹയ്യദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും ഒപ്പരം നടത്തുന്ന ഷാദുലിയ.
രണ്ടാളുകൂടി ഒന്നിച്ച് നടത്തുന്ന ശാദുലിയാണ് എടുത്ത ശാദുലി, ഇവിടുത്തെ ശാദുലി. അതിൻ്റെ ഒരു മഹത്വം വേറെ ഉണ്ടല്ലോ. അതുകൊണ്ട് കൂടിയ ആളുകളൊക്കെ മടവൂർ കോട്ടയിൽ വന്ന് ഉറൂസിന് കൂടി, പരിപാടിക്ക് കൂടി, എന്നിട്ട് അങ്ങോട്ട് പിരിഞ്ഞ് പിന്നെ ഒന്നും ഓർമ്മയില്ല. അതാവരുത്. നമ്മൾ ഇതൊക്കെ ഭംഗിയാക്കി കൊണ്ടു നടക്കണം. നമുക്കും പഠിക്കാനുമുണ്ട് ശാദുലി ചെല്ലുന്നതും എന്താണ്, അതുപോലത്തെ ഒരു ആ റാത്തീബിൻ്റെ ഒരു ആനന്ദം എന്താ, അതിൻ്റെ ഒരു രസം എന്താ. ശാദുലി ശൈഖവറുകൾ ശാദുലി ചെല്ലിയപ്പോൾ അവിടുത്തെ ദിക്റും ബെയ്ത്തും ചെല്ലിയപ്പം കൂടെ നിന്ന് കടൽ വരെ നൃത്തമാടിയതായിട്ട് കേൾക്കാം. കടൽ വരെ നൃത്തം ചെയ്തു, ഓളങ്ങൾ നൃത്തം ചെയ്തുകൊണ്ട് ശാദുലി ഹൽക്കയിൽ കൂടിയെന്ന, തണുപ്പ് മാറ്റാൻ കൂടിയതല്ല ഓല്. എല്ലാം പ്രത്യേകമായി തെരകളൊക്കെയും തിരമാലൊക്കെ ശാദുലി ഹൽക്കയിൽ ശാദുലി മഹാനരായ അബുൽ ഹസൻ ഖുത്ബുൽ അക്ബർ സയ്യിദു സാദാത്ത് അബുൽ ഹസൻ അലിയിൻ ശാദുലി അവരെ കൂടെയായി കൂടിയെന്ന നമ്മൾ കണ്ട ശാദുലിയാണ് ശൈഖുന വടകര നൂറ്. നമ്മൾ കണ്ട ശാദുലിയാണ് മഹാനരായ ശൈഖുന യഹ്യൽ ബുഖാരി തങ്ങളെ. ഇതിങ്ങനെ തന്നെ വരിക. അങ്ങൾ വിചാരിക്കും അത് നീ വേറെ കോലത്തിലൊക്കെ ഉള്ളതെങ്കിൽ അതാവും. അങ്ങനെ മൊയ്ലിയന്മാരെ ചിന്തിക്കണ്ട. വടകര ഓറ കണ്ടാൽ ഇത് അല്ലാഹുവിന്റെ കാലം പോറ്റുന്ന കുതുബീങ്ങളിലെ ഗൗസീങ്ങളിലെ ആളാണെന്ന് ആർക്കും മനസ്സിലാവും. എൻ്റെ അടുത്തുണ്ട് വടകര ഓറ്. അന്ന് നടന്നീനെ കൊണ്ട് നടക്കുമ്പോൾ ഒരു സഞ്ചി ഉണ്ടാവും, ഒരു വള്ള സഞ്ചി. അതിലില്ലാത്ത സാധനം ഉണ്ടാവില്ല. എല്ലാ സാധനവും അതിലുണ്ടാവും. അതാരെയും തൊടൂല, തൊടാനും ആഴാനൊന്നും വിടൂല. എന്തോ വലിയ സാധനം ഉള്ളതുപോലെ കൊണ്ടു നടക്കും. എനിക്കത് ബഷീറാജിൻ്റെ അടുത്ത് നിന്ന് പിന്നെ തങ്ങളുപ്പാൻ്റെ അടുത്ത് നിന്നിട്ടും കൊടുത്തത് നമ്മളെ കാഫിൽ ഉസ്താദോ വല്ലാരെ തന്ന. അതിൻ്റെ അകത്ത് ഒരുപാട് ചുരുട്ട്, ഒരുപാട് ചില്ലർ പൈസ, ഒരുപാട് പഴയ നോട്ടുകൾ, ഒരുപാട് മുട്ടായി, പല സാധനം അതിൻ്റെ അകത്തുള്ള. അങ്ങനെ തന്നെ നമ്മളെടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. മഹാനരായ വടകര ഓറ് അവരെ കണ്ടാൽ എന്ത് മനസ്സിലാകാൻ. ആളുകളൊക്കെ എതിർത്തവർ പിന്നെ ഓലെ കൂടേണ്ടി വന്നത് ഗതികേടോണ്ടാ. വടകര ഓറ് എതിർക്കണോനാണ് എന്ന് പറഞ്ഞാൽ ഓനൊരു നിലയും വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടിയതാ മൊയ്ലിയന്മാരധികം. അല്ലാണ്ട് പിന്നെ ഒരുപാടെണ്ണം കൂടിയ എന്തിനാ? ഉറുപ്പ്യക്ക്, അല്ലെങ്കിൽ പണത്തിനോ പൈസക്കോ തിന്നാനോ ഇതിനൊക്കെ വേണ്ടി പല നീയത്തിലുണ്ടാവും ആൾക്കാർ. നമ്മൾ മശായിഖന്മാരെ കൂടെ കൂടുമ്പോൾ നമ്മൾ അവരെ ശ്വസിക്കുക, അവരെ ആഗ്രഹിക്കുക. നമ്മളാണ് ആരെ അംഗീകരിക്കട്ടെ, ആരെതിരാകട്ടെ, എന്ത് കേൾക്കേണ്ടി വരട്ടെ, എന്ത് പ്രയാസം ഉണ്ടാകട്ടെ, നമ്മളൊരൊറ്റ നോട്ടം, വേറെ ഒന്നും ആരെയും നമ്മൾ നോക്കണ്ട. ഏത് പ്രയാസം ഉണ്ടെങ്കിലും അത് താങ്ങാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ശാദുലി ഹൽക്കയിൽ എല്ലാവരും ഒഴിവനുസരിച്ചൊക്കെയും 1-ാം തീയതി ഇവിടെ നടക്കുന്ന ശാദുലിയിൽ നമുക്കൊക്കെ ഒഴിവിനനുസരിച്ച് നമ്മളും ഒക്കെ പ്രത്യേകം വരും. ശാദുലി ഷെയ്ഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റാത്തീബ് ഷാദുലിയ ഹൽക്ക അത് പ്രത്യേകമായി എടുപ്പോടുകൂടി വരും. അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകളാണ് അതിനെ പ്രത്യേകം ഹയാത്താക്കുന്നവരെന്ന് ഇമാം അബുൽ ഹസൻ അലിയിൻ ഷാദുലി. അപ്പോഴാ ബന നിർത്താൻ വരുന്നത്. ഷാദുലി ഇമാമ് പറഞ്ഞത് ഇത് ഉഷാറാവുന്ന അവസാനം വരുമ്പം പ്രതാപത്തോടു കൂടി ഷാദുലി റാത്തീബ് വരുന്ന ആര്? അബുൽ ഹസൻ അലിയിൻ ഷാദുലി. ഇപ്പം പറയേണ്ടത് നാളെ തണുപ്പ് മാറ്റാൻ വേണ്ടി ചെല്ലിയാണ്, ഇപ്പം ഇനി ചെല്ലേണ്ട ആവശ്യമില്ല. നോക്കിയാണി ആരതാ സ്ഥിരപ്പെടുക നമുക്ക് നോക്കാലോ. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ പറഞ്ഞതിൻ്റെ ആ ഒരു വെളിച്ചാണ് നമ്മൾ ഈ കാണുന്നത്. വല്ലാത്തൊരു ഭംഗി തന്നെ, വലിയൊരു സന്തോഷം തന്നെ. തങ്ങളവിടെ സാവിയയിൽ വന്നും നമുക്ക് ഷാദുലി തുടങ്ങി തന്നു. അതിന് ഏതെങ്കിലും ഒരു ഡേറ്റ് അവിടുന്ന് തരും. ആ ഡേറ്റിന് ഇൻഷാ അല്ലാഹ് അവിടെ ആ ഷാദുലിയൊക്കെ നടക്കും. അതിലൊക്കെ കൂടുന്നവരൊക്കെ കൂടെ ഇനി ഇതെല്ലാം ഭംഗിയാക്കി കൊണ്ടുനടക്കുകയും ചെയ്യണം. എല്ലാ മശായിഖന്മാരെയും നോട്ടവും കാവലും ഉണ്ടാകട്ടെ. നമ്മൾ ഇവരോട് എതിരാകണ്ട. ഷെയ്ഖിന്റെ ഫുതുഹുൽ ഗൈബ വലാ തഅ്തരിദ് ഫീമാ ജഹിൽത മിൻ അംരിഹി അലൈഹി ഫഇന്നൽ ഇഅ്തിറാദ തനാസുഉ വലാ തത്ലുബൻ ഫീഹാ الدليل فإنه وراء كتاب العقل تلك الوقائع سقاني الحب
كأسات الوصال فقلت لخمرتي نحوي تعالي مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي سعت ومشات للنحوي في كؤوسي فهمت بسكرتي بين الموالي مرادي يا مرادي يا مرادي مرادي الشيخ محي الدين مرادي فقلت لسائر الأقطاب لموا بحالي وادخلوا أنتم رجالي مرادي يا مرادي يا مرادي مرادي الشيخ محي الدين مرادي مقامكم العلا جمعا ولكن مقامي فوقكم ما زال عالي مرادي يا مرادي يا مرادي مرادي الشيخ محي الدين مرادي وما منا شهور أو دهور تمر وتنقضي إلا أتالي وتخبرني بما يأتي ويجري وتعلمني فأقصر عن جدالي مرادي يا مرادي يا مرادي مرادي الشيخ محي الدين مرادي أنا من قبل وجودي كنت قطبا في نطفة الأبواء أنا في الحشر شافع لمريدي عند ربي فلا يرد كلامي أنا في الحشر شافع لمريدي سائر الأولياء تحت لوائي مريدي هم وطب واشطح وغني وافعل ما تشاء فالاسم عالي مريدي لا تخف واشم فإني عزوم قاتل عند القتال مريدي لا تخف مريدي لا تخف مريدي لا تخف الله ربي أعطاني رفعة نلت المنال النفيد جاور يدوم فديكاندا النفيد ചോർക്ക് ഞാൻ കാവലന്നോവർ പിടിച്ചവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈപ്പിടിപ്പൻ ഞാനെന്നോവർ മറുകരയില്ല കടല് ഞാനെന്നോവർ മനുഷ്യൻ അറിയാത്ത വസ്തു ഞാനെന്നോവർ കൂടവട്ടത്തിൽ നിന്റെ മുരിദൂകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തു നരകത്തിൽ
നിന്റെ മൂരിദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എൻ്റെ ആമാനിൽ وما قلت حتى قيل لي قل ولا تخف وما قلت حتى قيل لي قل ولا تخف فأنت ولي في مقام الولاية أنا الجيل محي الدين اسمي وأعلامي على رؤوس الجبال وعبد القادر المشهور اسمي وجدي صاحب العين الكمال مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا رسول الله طلع البدر علينا من ثنيات وداعي وجب شكر علينا ما دعا يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا رسول الله أنت شمس أنت بدر أنت النور فوق النور أنت إكسير وغالي أنت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظر حالنا واسمع قالنا يا أولياء الله انظرونا بنظرتكم أعينونا بعونتكم حصلوا مقاصدنا
وقوموا إلى حوائجنا بوحدانية الله وبقدرة الله. الله 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 حاضري الله ناظري الله شاهدي الله معي اللهم صل على محمد والآل أهل البيت سلم اللهم صل على محمد محمد والآل أهل البيت سلم اللهم صل على محمد والآل أهل البيت سلم اللهم صل على محمد والآل أهل البيت سلم اللهم صل على محمد
والآل أهل البيت سلم اللهم صل على محمد والآل أهل البيت سلم اللهم صل على محمد والآل أهل البيت سلم اللهم صل على محمد والآل أهل البيت سلم اللهم صل على والآل أهل البيت سلم نسيم الوصل هبا على الندامة نسيم الوصل هبا على الندامة فأسكره وما شربوا مداما فأسكره وما شربوا مداما ومالت عنهم الأحسان ميلا ومالت عنهم الأحسان ميلا لأن قلوبهم ملئت غراما لأن قلوبهم ملئت غراما ولما شاهدوا ساقي تجلى ولما شاهدوا ساقي تجلى وأيقظ في دجى من كان ناما وأيقظ في دجى من كان ناما ولما شاهدوا ساقي تجلى ولما شاهدوا ساقي تجلى وأيقظ في دجى من كان ناما وأيقظ في دجى من كان ناما ولما شاهدوا ساقي تجلى ولما شاهدوا ساقي تجلى وأيقظ في دجى من كان ناما وأيقظ في دجى من كان ناما فما مقصوده جنات عدن فما مقصوده جنات عدن ولا الهور الحسان والقيامة ولا الحور الحسان ولا القيامة سوى نظر الجليل
سوى نظر الجليل فاز مناه وهذا مقصد القوم الكرام وهذا مقصد القوم الكرام نسيم الوصل هابا على الندامة. Amen. ഒരുത്തൻ്റെ ബലമറിയാതെ കണ്ട് ഒരുത്തനെ ചെന്നെടുക്കണ്ട ഒരുത്തനെ ചെന്നെടുക്കണമെങ്കിൽ അനേകം വിദ്യ പഠിക്കണം. അനേകം വിദ്യ പഠിച്ചാലും പോരാ, ഗുരുവിനെ ചെന്ന് വണങ്ങണം. ഗുരുവിനെ ചെന്ന് വണങ്ങിയാലും പോരാ, ഗുരുത്വമായിട്ടങ്ങിരിക്കണം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقض الداء القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وأن تعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا ومن شر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم وآله الأبرار وأصحابه الأخيار. الله مالك الملك
ഖനിയെ ഫത്താഹെ കൃപ ചെയ്യുന്ന അല്ലാഹുവേ, മഹാനരായ സയ്യിദുനാ ശൈഖ് യഹ്യൽ ബുഖാരി തങ്ങളെ ഹദ്റത്തിൽ ശൈഖുൽ മശായിഖ് ശൈഖുനാ മടവൂര് സുൽത്താനുൽ ആരിഫീൻ ശൈഖുനാ വടകര നൂറ്, ആ മശായിഖന്മാര് പ്രത്യേകം ഇഷ്ടപ്പെട്ട് സ്ഥാപിച്ച ഈ മണ്ണില് ശൈഖുനാ മടവൂര് പേര് വെച്ച മടവൂര് കോട്ടയില് അല്ലാഹുവേ, ഞങ്ങൾ ഈ വാർഷികത്തിന്റെ ഉറൂസിന്റെ ഈ ദിക്റിന്റെ ജീലാനി സംഗമത്തിന്റെ മശായിഖന്മാരോടുള്ള മഹബ്ബത്തിന്റെ സ്നേഹത്തിന്റെ ഈ മജ്ലിസിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടി അല്ലാഹുവേ, നിനക്കിഷ്ടപ്പെട്ടൊരു വലിയ നല്ല കാര്യമായി ഞങ്ങളിൽ നിന്ന് ഇതൊക്കെയും ഒരു വലിയ നന്മയായി ഞങ്ങളെല്ലാവരിൽ നിന്നും ഈ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നിനക്കിഷ്ടപ്പെട്ട മീസാനിൽ വലിയ തൂക്കുള്ള അമലുകളിൽ എന്റെ മശായിഖന്മാരോടുള്ള മഹബ്ബത്തിൽ ഈ സ്നേഹ കവാടത്തിൽ ഞങ്ങൾ ഇവിടെ വന്നത് പടച്ചോനെ നിനക്കിഷ്ടപ്പെട്ട അവസ്ഥയിലായി ഞങ്ങളെല്ലാവരിൽ നിന്നും കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ശൈഖുനാ മടവൂരിന്റെ പൊരുത്തം, ശൈഖുനാ വടകരോറ പൊരുത്തം അല്ലാഹുവേ, മഹാനരായ ശൈഖ് അവറുകളിലൂടെ മഹാനരായ വടിത്തങ്ങൾ ഷാദുലി തങ്ങൾ മഹാനരായ തങ്ങളിലൂടെ ഞങ്ങൾക്ക് അവരെ നോട്ടവും കാവലും പ്രത്യേകം നൽകണേ അല്ലാ. നിനക്കിഷ്ടപ്പെടാത്ത പലതും ഞങ്ങൾ ചിന്തിച്ചതുണ്ട്, ചെയ്തു പോയതുണ്ട്, സംഭവിച്ചു പോയതുണ്ട് അല്ലാഹുവേ. പ്രായപൂർത്തിയായ കാലം മുതൽ ഈ സമയം വരേക്കും ഞങ്ങൾ ചെയ്തു പോയ പലതുമുണ്ട്, ചിന്തിച്ചു പോയതുണ്ട്, സംഭവിച്ചു പോയ പല തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട് അല്ലാഹുവേ. മാലിക്കുൽ മുൽക്കായ റബ്ബേ, ഞങ്ങളെ പേരിൽ എഴുതി വെക്കപ്പെട്ട മഹാപാപങ്ങൾ, തെറ്റുകൾ ശൈഖുൽ മശായിഖ് ശൈഖുനാ ഖുത്ബുൽ ആലം മശായിഖന്മാരെ ബറക്കത്ത് കൊണ്ട് മാപ്പ് തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, മാഫാക്കി തരണേ അല്ലാ. ഞങ്ങളെ മശായിഖന്മാരോടുള്ള അദബിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പാടില്ലാത്തത്, ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, ഞങ്ങളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും എന്തെങ്കിലും മശായിഖന്മാരെ ഹളറത്തിൽ ഞങ്ങളോട് വന്നുപോയതുണ്ടെങ്കിൽ പടച്ചോനെ, ഞങ്ങളെ ശരീര ഇച്ഛ കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഞങ്ങളെ വില കൊണ്ടോ സ്ഥാനമാനം കൊണ്ടോ പണത്തിന്റെ കാര്യം കൊണ്ടോ കുടുംബത്തിലോ നാട്ടിലോ നിന്ദ്യരായി പോകുന്ന ഏതെങ്കിലും അവസ്ഥ കണ്ടോ ഞങ്ങളിൽ ചിന്തയിലോ ഏതെങ്കിലും നടപ്പിലോ ഞങ്ങളെ മശായിഖന്മാരോട് ഞങ്ങളിൽ നിന്ന് എന്ത് സൂക്ഷ്മത കേടുവന്നെങ്കിലും, എന്ത് മര്യാദ കേടുവന്നെങ്കിലും, മദബ് കേടുവന്നെങ്കിലും ഖഹ്റുർ റിജാലിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരെ, ഇഷ്ടം കിട്ടിയവരിൽ ഞങ്ങളെ കൂട്ടണേ അല്ലാ. اللهم إنا نسألك حبك وحب حبيبك وحب أوليائك يا الله. എൻ്റെ ഇഷ്ടക്കാരെ ഇഷ്ടം തരണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരെ കോപത്തിന് ഞങ്ങളെ ഇരയാക്കല്ല അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരെ വെറുപ്പ് ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ഏത് പ്രതിസന്ധിയിലും പ്രശ്നത്തിലും ആരിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് വന്നാലും പടച്ചോനെ, മശായിഖന്മാരെ കാൽക്കൽ അവരെ അടിമകളായി ഞങ്ങളെ സ്വീകരിക്കുക അല്ലാ. ഹളറത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയും നൽകല്ല അല്ലാ. മശായിഖന്മാര് പ്രത്യേകം പറഞ്ഞില്ലേ, അൽ ഫൗതു അശദ്ദു മിനൽ മൗത്ത്, അൽ ഫൗതു അശദ്ദു മിനൽ മൗത്ത്, അൽ ഫൗതു അശദ്ദു മിനൽ മൗത്ത്. സ്വന്തം ശരീരത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന മരണത്തെക്കാൾ വലിയ മഹാനഷ്ടമാണ് അല്ലാഹുവിന്റെ ആളുകളെ ഹളറത്ത് നഷ്ടപ്പെട്ടു പോകൽ, അല്ലാഹുവിന്റെ ആളുകളെ നഷ്ടപ്പെടൽ. അതിനാണ് സൂഫിയാക്കൾ ഫൗത്ത് എന്ന് പറയൽ, നഷ്ടപ്പെട്ടവൻ. പടച്ചോനെ, ഹയ്യുൽ ഖയ്യൂം,
നീ ഇഷ്ടപ്പെട്ട അവരെ ഹദറത്ത് കിട്ടിയിട്ട് അവരെ അനക്കങ്ങൾ, സംസാരങ്ങൾ, ശൈലികൾ, തീരുമാനങ്ങൾ, നിയന്ത്രണങ്ങൾ, അവരുടേതായി നടപ്പിൽ വരുത്തുന്ന അവരെ കാര്യങ്ങൾ അതെല്ലാം കാണുമ്പോൾ സ്വന്തം ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ അതിനെതിരായി പല ചിന്തയും വന്ന് ആ ഹദറത്ത് തന്നെ, തൃപ്തി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടർ ഞങ്ങൾ ഈ ഹദറത്തിൽ, ഈ മജ്‌ലിസിൽ വന്ന മുഴുവൻ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ഏതെല്ലാം നാടുകളിൽ നിന്ന്, ദൂരസ്ഥലങ്ങളിൽ നിന്ന്, ഓൺലൈൻ വഴിയെല്ലാം ഇതിൽ കൂടുന്ന, ഇതിനോട് മഹബ്ബത്തും ഹുബ്ബും ഇഷ്ടത്തിലുമായി പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ പടച്ചോനെ ഫൗത്തിൽ നിന്ന് കാവല് നൽകണേ അല്ലാ, കാവല് നൽകണേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കുക അല്ലാ, മടിയന്മാരാക്കല്ല അല്ലാ, മടുപ്പുള്ളോലാക്കല്ല അല്ലാ. ജീവിതത്തിൽ ഖുർആനോത്തിൽ, ദിക്റിൽ, നിസ്കാരത്തിൽ, ഇബാദത്തിൽ, എന്നോടുള്ള ഇഷ്ടത്തിൽ, റാത്തീബുകളിൽ, ദിക്റുകളിൽ അല്ലാഹുവേ ഞങ്ങളെ മടിയും മടുപ്പുള്ളോലാക്കല്ല അല്ലാ. നീ എന്നതിൽ ലദ്ദത്തുള്ളവരാക്ക് അല്ലാ, നിന്റെ ദിക്റിൽ ലദ്ദത്തുള്ളവരാക്ക് അല്ലാ, മഅരിഫത്തിൽ ലദ്ദത്തുള്ളവരാക്ക് അല്ലാ. ലുദ്ബിൽ ഇലാഹി വലാ തലുദ് ബിസിവാഹു, ലുദ്ബിൽ ഇലാഹി വലാ തലുദ് ബിസിവാഹു, ലുദ്ബിൽ ഇലാഹി വലാ തലുദ് ബിസിവാഹു, മല്ലാദ ബിൽ മലിക്കിൽ ജലീലി കഫാഹു. പടച്ചോനെ ലദ്ദത്ത് കിട്ടിയ കൂട്ടരിൽ കൂട്ട് അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും വന്നത് മഹാനവറുകളെ പൊരുത്തമാശിച്ചാണ്, അവിടുത്തെ മശായിഖന്മാരെ പൊരുത്തമാശിച്ചാണ്. പടച്ചോനെ ഇവിടുത്തെ തൃപ്തി കിട്ടിയവരിലും പൊരുത്തം കിട്ടിയവരിലും അവരെ തൃപ്തിയിലൂടെ ശൈഖുനാ വടകരനൂറ്, ശൈഖുനാ മടവൂര്, ഈ മശായിഖന്മാരെ ഒക്കെ തൃപ്തി കിട്ടിയവരിൽ ഞങ്ങളെ കൂട്ടണേ അല്ലാ, കൂട്ടണേ അല്ലാ, കൂട്ടണേ അല്ലാ. ഞങ്ങൾക്കൊരു വ്യക്തികളോടോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോടോ സംഘടനകളോടോ ഏതെങ്കിലും പ്രത്യേകം ആളുകളോടോ ഞങ്ങൾക്ക് വെറുപ്പില്ല. ഞങ്ങൾ കർശനമായ ഭാഷയിൽ പറയുന്നതും വ്യക്തമായി ഞങ്ങൾ താക്കീതായി സംസാരിക്കുന്നതും നിന്റെ ദീനാണ്, നിന്റെ റസൂലാണ്, നിന്റെ മശായിഖന്മാരാണ്. അവരെ അടങ്ങേറാക്കിയവർ വല്ലദീന യുദൂന റസൂലല്ലാഹ് മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എത്ര വലിയ തെറ്റ് ചെയ്തവനും മാപ്പ് കൊടുക്കുന്ന റബ്ബ്, ഏത് മഹാപാപിക്കും ഞാൻ പൊറുക്കുമെന്ന് പറഞ്ഞ റബ്ബ് അള്ളാന്റെ റസൂലിനെ അടങ്ങേറാക്കിയപ്പോൾ അല്ല പറഞ്ഞത് കണ്ടില്ലേ? ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയേ, അവർക്ക് തങ്ങൾ പൊറുക്കാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും പൊറുക്കണമെന്ന് തങ്ങൾ ഇനി 1000 തവണ പറഞ്ഞാലും 70,000 തവണ പറഞ്ഞാലും എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, തങ്ങളെ അടങ്ങേറാക്കിയവർക്ക് അല്ലാഹ് പൊറുക്കൂല നബിയേ. എത്ര വലിയ മഹാപാപിക്കും പൊറുക്കുന്ന റബ്ബ്. മൻ ആദാലി വലിയൻ, എന്റെ വലിയനെ ഒരുത്തൻ അടങ്ങേറാക്കിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനെ ഞാൻ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. ഫഖദ് ബാറസനി ബിൽ മുഹാറബ, അവൻ എന്നെ യുദ്ധത്തിന് വെല്ലുവിളിച്ചവനാണ്, അവനോട് ഞാൻ യുദ്ധത്തിലാണെന്ന് റബ്ബ്. മാപ്പില്ലാത്ത മഹാപാപമാണ് അള്ളാന്റെ വലിയനെ അടങ്ങേറാക്കൽ. മഹാനരായ ഉപ്പാപ്പയെ വിഷമിപ്പിച്ചത് ശൈഖുനാ മടവൂരിനെയാണ്. അവരെ മനസ്സ് വേദനിപ്പിച്ചത് വടകരനൂറിനെയാണ്. അവരിഷ്ടപ്പെട്ട ദാത്താണ് ഈ ദാത്ത്, അവര് തൃപ്തിപ്പെട്ട ദാത്താണ് ഈ ദാത്ത്. അതിനെ അടങ്ങേറാക്കി അവർ വിഷമിപ്പിച്ചവർ യഥാർത്ഥത്തിൽ വിഷമിപ്പിച്ചത് വടകരനൂറിനെയാണ്, ശൈഖുനാ മടവൂരിനെയാണ്. അല്ലാഹ് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. എന്റെ സംഘടനക്ക് എത്ര വലിയ ശക്തിയുണ്ടായിട്ടും ജനബാഹുല്യം കൊണ്ടോ ജനബലം കൊണ്ടോ
ധനബലം കൊണ്ടോ ആളുകളെ കൊണ്ടോ സ്വാധീനം കൊണ്ടോ നിനക്കതിനെ നേരിടാൻ കഴിയില്ല. റബ്ബാണ് പോർക്കളത്തിൽ ഇറങ്ങുന്നവൻ, അല്ലാഹുവാണ് പോരിന് വരുന്നവൻ. അല്ലാഹുവിന്റെ ആളുകളെ അടങ്ങേറാക്കിയാൽ എത്ര ആളുണ്ടായിട്ടും പണമുണ്ടായിട്ടും പ്രശസ്തി ഉണ്ടായിട്ടും അതൊന്നും ഒരു ചുക്കുമല്ല. എടങ്ങേറാക്കിയവർക്ക് നാശം തന്നെ. അത് എന്തിന്റെ പേരിലായാലും ഏതവസ്ഥയിലായാലും അല്ലാഹുവിന്റെ ആളുകളെ വിഷമിപ്പിച്ചവർ പടച്ചോനെ മാലിക്കുൽ മുൽക്കായ റബ്ബേ ഗനിയായ ഫത്താഹായ അല്ലാഹുവേ നിന്റെ കോപം വരുന്ന സ്ഥലം ഈ ഞങ്ങളെ കാക്കുക അല്ലാഹ്, എല്ലാരെയും കാക്കുക അല്ലാഹ്. ഈ സദസ്സിൽ വന്ന മുഴുവൻ ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവർക്കും പ്രത്യേകം റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യ് അല്ലാഹ്. റസൂലുള്ളാഹിനെ നിന്ദിച്ചവർ, മശായിഖന്മാരെ കുറവാക്കിയവർ, മുഹയ്യിദ്ദീൻ ശൈഖ് കാഫിറാണെന്ന് പറഞ്ഞ വഹാബി, മടവൂര് ശൈഖ് പിരാന്തനാണെന്ന് പറഞ്ഞവർ, ശൈഖുനാക്ക് ബോധമില്ലെന്ന് പറഞ്ഞവർ, ഏത് വർഗമായാലും ആരായാലും അവരോടൊന്നും ഞങ്ങളെ കൽബിൽ ഒരു മയവും തരല്ല അല്ലാഹ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന മശായിഖന്മാരെ അടങ്ങേറാക്കിയവൻ എത്ര വലിയ നേതാവായാലും അവനോട് നമ്മളെ കൽബിൽ ഒരിറ്റിഷ്ടം വേണ്ട. കറാമത്ത് പെരുപ്പം പറയുന്നതും റസൂലുള്ളാഹിനെ പ്രത്യേകമായി ഉയർത്തി പറയുന്നതും മശായിഖന്മാരെ മഹത്വവും കറാമത്തും പറയുന്ന മർക്കസിലെ മുദരിസായിരുന്ന ആളെ വിളിച്ച് ഉപദേശിക്കാണ്. അങ്ങനെ കറാമത്ത് പറയരുത്, അത്ര വലിയ മഹത്വം പറയരുത്. ഈ അടുത്ത ദിവസം നടന്നതല്ലേ അത്. അതേ സമയം മടവൂര് ശൈഖിനെ നിന്ദിക്കുന്നവൻ, അവരെ അടങ്ങേറാക്കി സംസാരിക്കുന്നവൻ, കുറവാക്കുന്നവൻ, അവനെ വിളിച്ച് ഉപദേശിക്കാൻ ചങ്കൂറ്റമില്ലാത്തതെന്തേ? ജനങ്ങളെ ഭയന്നിട്ടാണോ? പണം ഭയന്നിട്ടാണോ? അണികൾ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണോ? സ്ഥാപനം പോയി പോകുമെന്ന് കരുതിയിട്ടാണോ? ഇതൊക്കെയും ദുനിയാവിലെ സീനത്തല്ലേ? ഇതൊന്നും നാളെ നമുക്ക് ആഖിറത്തിൽ ഉണ്ടാവില്ല. ഒരു മൗലവിമാരെ ഷെറിലും കൊടുങ്കണ്ട കെ മൗലവി വന്നതും മറ്റ് മൗലവിമാരൊക്കെയും ഇവിടെ വന്നത് തലേക്കെട്ട് കെട്ടിയ ബാക്കവിമാരായി, വലിയ ആലിമീങ്ങളായി, ഖാദിയാരായി പള്ളിയിൽ നിൽക്കുമ്പം തന്നെയാണ് വഅദിൽ ഇതുപോലെ അവർ സംസാരിച്ചു തുടങ്ങിയത്. കാലഘട്ടത്തിലെ മശായിഖന്മാര് പറഞ്ഞപ്പം ആളുകൾ അത് മനസ്സിലാക്കിയില്ല. പിന്നീട് കാലം തന്നെ അത് തെളിയിച്ചില്ലേ? അതുപോലെ ഇവരൊക്കെയും കുഫറിന്റെ നിഫാഖിന്റെ വ്യക്തമായ വസ്തുക്കളാണെന്ന് കാലം ഇവിടെ തെളിയിച്ചു തരുമ്പോൾ കൈകടിച്ചിട്ട് കാര്യമുണ്ടാകൂല. പടച്ചോനെ ഞങ്ങളെ ഈമാനിന് കാവല് തരണേ അല്ലാഹ്, ഹിദായത്തിന് കാവല് തരണേ അല്ലാഹ്. ഈ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഈ മജ്ലിസ് ഭംഗിയാക്കിയവർ, ഇതിലേക്കൊക്കെ കൂടിയ മുഴുവൻ ആളുകൾ വർഷങ്ങളായി ഈ ഷാദുലിയും റാത്തീവും സദസ്സും ഈ വീടും ഇവിടുത്തെ അഹ്ലും ഈ മടവൂര് കോട്ടയും ഇവിടുത്തെ ഖിദ്മത്തിലായി കഴിയുന്ന മക്കൾ, അഹ്ല്, ഏതെല്ലാം സ്ഥലങ്ങളിലുള്ളവർ, ഈ സദസ്സിലുള്ളവരും അല്ലാത്തവരും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇത് ഭംഗിയാക്കിയവർ, സഹായിച്ചവർ, ശരീരം കൊണ്ടും മുറക്കൊഴിഞ്ഞും ഒക്കെയും ഇതിലേക്ക് കൂടിയ ഒറ്റ മനസ്സിൽ ഹഖീഖത്തുള്ള യഖീനുള്ള ഈമാനിൽ ഉറച്ചു നിന്നിതിലെല്ലാം കൂടിയ മുഴുവൻ ആളുകൾ പടച്ചോനെ എൻ്റെ ഔലിയാക്കന്മാരെ പൊരുത്തം നൽകണേ അല്ലാഹ്. ശൈഖുനാ മടവൂരിന്റെ നോട്ടം തരണേ അല്ലാഹ്. അവര് ദുനിയാവ് ആഗ്രഹിച്ച് വന്നതല്ല, ചെയ്യുന്നതല്ല. ഈ ഹദറത്തിലെ തൃപ്തിയാണ് അവരാഗ്രഹിക്കുന്നത്. അവിടുത്തെ മശായിഖന്മാരെ നോട്ടമാണ് ആഗ്രഹിക്കുന്നത്. പടച്ചോനെ ഞങ്ങളെ കാര്യങ്ങൾക്ക് പരിഹാരാക്കണേ അല്ലാഹ്. രോഗികളുണ്ട്, കടങ്ങളിൽ കുടുങ്ങിയവരുണ്ട്, വലിയ വിഷമങ്ങളിലുള്ളവരുണ്ട്. മക്കളെ കല്യാണത്തിന്റെ കാര്യം, പെങ്ങന്മാരെ കല്യാണം, അതുപോലെ പല ജോലികൾ, കച്ചവടങ്ങൾ, പല ബിസിനസ്സുകൾ, പലരും വിദേശത്ത് ജോലിയുള്ളവർ, പലരും പോകാൻ ആഗ്രഹിക്കുന്നവർ, പല നിലക്കുള്ള പല മുറാദുകളും ഉദ്ദേശങ്ങളും വിഷമങ്ങളും ഉള്ളവർ, മക്കളില്ലാത്തവർ, ഗർഭിണിയായ ഉമ്മമാർ, അതുപോലെ തന്നെ പല ആവശ്യങ്ങളുമായി പലരും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. മക്കൾ നന്നായി കിട്ടാൻ, മക്കൾ സ്വാലിഹീങ്ങളായി ശൈഖന്മാരെ തൃപ്തിപ്പെട്ട മക്കളായി കിട്ടാൻ,
പല രൂപത്തിൽ പല കാര്യവും ഉദ്ദേശിച്ച് ദ്വാരക്കാൻ ഈ സദസ്സിൽ ഏൽപ്പിച്ചവരുണ്ട്. മഹാനരായ ശൈഖുന തങ്ങളും പാപ്പയെ മുൻനിർത്തി അവിടുത്തെ മശായിഖന്മാരെ വസീലയാക്കി ഞങ്ങൾ എന്നോട് ഈ മജ്ലിസിൽ ഞങ്ങൾ എന്നോട് അരക്കുന്നു. അല്ലാ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ, കടങ്ങൾ വീട്ടി തരണേ അല്ലാ, കാര്യങ്ങൾ ഭംഗിയായി നടത്തി തരണേ അല്ലാ, ഞങ്ങളെ വീടുകൾ ദീനുള്ള വീടാക്കി അല്ലാ, മശായിഖന്മാരെ നോട്ടുള്ള വീടാക്കി അല്ലാ, ശൈഖുന മടവൂരിനെ പറയുന്ന വീട്, വടകര ഓരം പറയുന്ന വീട്, മശായിഖന്മാരെ പറയുന്ന വീട്, പടച്ചോനെ മഹാന്മാരെ കാവല് തരണേ അല്ലാ, മാലിക് ബിൻ ദീനാർ തങ്ങളെ സഹായം തരണേ അല്ലാ, മറ്റു മഹാന്മാരായ ബദരീങ്ങളെ സഹായം നൽകണേ അല്ലാ, എൻ്റെ ഔലിയാക്കന്മാരെ കാവലിൽ ഞങ്ങളെ വീടുകളിലാക്കി തരണേ അല്ലാ. പടച്ചോനെ മഹാന്മാരെ ചീത്ത പറയുന്ന മക്കൾ, ദുഷിച്ച മക്കൾ, ഔലിയാക്കളെ നിന്ദിക്കുന്ന മക്കൾ, ഞങ്ങളെയും ഞങ്ങളെ അഹ്ലിനെയും കാക്കണേ അല്ലാ, കാത്ത് രക്ഷിക്കണേ അല്ലാ. മഹാന്മാരെ നിന്ദിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് തരല്ലോ അല്ലാ, കാവല് നൽകണേ അല്ലാ. ഈ സദസ്സിൽ മഹാനവറുകളെ ഞങ്ങൾ നിന്നിലേക്ക് തവസ്സുലാക്കി, മശായിഖന്മാരെ തവസ്സുലാക്കി എന്നോട് ഞങ്ങൾ യാചിക്കുന്നു റബ്ബേ. സുന്നത്ത് ജമാഅത്ത് ഹഖായ ദീന് മശായിഖന്മാരെ മാർഗം അതിൽ ഒരു കലർപ്പും വരുത്താതെ ഹഖായ ദീന് ഒരുത്തന്റെയും മുഖം നോക്കാതെ തുറന്ന് പറയാനുള്ള എല്ലാ ഹിമ്മത്തും നൽകണേ അല്ലാ. ഇതിനു വേണ്ടി മശായിഖന്മാരെ നോട്ടത്തിൽ നിർദ്ദേശത്തിൽ ഇറങ്ങുന്ന ഉസ്താദുമാർ, അതുപോലെ അതൊക്കെയും നടത്തുന്ന മക്കൾ അഹ്ലുകാർ പ്രത്യേകം കാവല് നൽകണേ അല്ലാ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന്, എല്ലാ പിരാക്കിൽ നിന്ന് ഷർറിന്ന് കാക്കണേ അല്ലാ. പലരും മരിച്ച് ഖബറിലാണ്. ഉപ്പ ഖബറിലുള്ളവർ, ഉമ്മ ഖബറിലുള്ളവർ, കൂട്ടുകുടുംബക്കാര് പലരും മരിച്ച് ഖബറിലാണ്. എല്ലാവരും ഖബറിലേക്കും ഈ ദുആന്റെ ഫലം വലിയ സന്തോഷമായി എത്തിക്കുക അല്ലാ. ഇവിടുത്തെ ഉപ്പ മഹാനരായ ശൈഖന്മാരിൽ, സ്വാലിഹീങ്ങളിൽ, ശാദുലിയത്തിന്റെ ഖുലഫായിൽ കോയമ്മത്തങ്ങൾ, അതുപോലെ അവിടുത്തെ ഏതെല്ലാം പാപ്പമാര്, മശായിഖന്മാര് എല്ലാരെയും ഉന്നതമായ ദറജയിൽ ഞങ്ങൾക്ക് പ്രത്യേകം അവരെയൊക്കെ കാവല് തരണേ അല്ലാ. അവസാനം ഞങ്ങളൊക്കെ മരിക്കണ നേരം എപ്പോഴാണ്, എവിടെ നിന്നാണ് അറിയില്ല. അല്ലാഹുവേ, എൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ മൗത്തെത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ കൂട്ടണേ അല്ലാ, കൂട്ടണേ അല്ലാ, കൂട്ടണേ അല്ലാ. ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ കൂട്ടുകുടുംബത്തിൽ നിന്നോ ബന്ധപ്പെട്ടവരിൽ നിന്നോ ഞങ്ങൾക്ക് കിട്ടാത്ത സ്നേഹവും ഇഷ്ടവും തന്ന് ഞങ്ങളെ നോക്കുന്ന, പോറ്റുന്ന ഞങ്ങളെ മശായിഖന്മാർ പടച്ചോനെ, എൻ്റെ പ്രത്യേകം കാവൽ എല്ലാ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ കിടക്കുന്ന ഹയാത്തിലും വഫാത്തായവരുമായ മുഴുവൻ മഹാന്മാരെ കൊണ്ടും മശായിഖന്മാരെ ഹക്ക് കൊണ്ടും അവർക്ക് ഈ പ്രത്യേകം കാവൽ നൽകണേ അല്ലാ. അവരെ നോട്ടം ഞങ്ങൾക്ക് എന്നും നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയവർ, ഈ അടുത്ത ദിവസമൊക്കെയും പിരിഞ്ഞു പോയവർ, തങ്ങളുപ്പാപ്പയുടെ കണ്ണൂരിലെ അവിടുത്തെ ഉമ്മ, അതുപോലെ പല ആളുകൾ ഈ അടുത്ത ദിവസം നമ്മളെ മുട്ടായിക്കായൻ്റെ അവര് ഭാര്യൻ്റെ ഒരു മൗത്തായി. അതുപോലെ നമ്മളെ സലാം ഉസ്താദ് പിരിഞ്ഞുപോയി. മറ്റേ സദസ്സിൽ ബന്ധപ്പെട്ട പലരും മരിച്ചുപോയി. എല്ലാവരും ഖബറിലേക്കും ഈ സദസ്സിന്റെ സവാബിന് വലിയ സന്തോഷമായി എത്തിക്കണേ അല്ലാ. സ്വീകരിക്കുക അല്ലാ. واغفر لنا ولوالدينا يا غافر المذنبين يا الله يا الله يا الله يا حي يا قيوم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه ونور عرشه سيدنا محمد وآله وصحبه أجمعين.
وبسر سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.